ഗൾഫ് ഗേറ്റ് ഹെയർ ഫിക്സിംഗ്. സവാരി, ചിരിച്ചിരി, മിമിക്സ്, ജുഗൽബന്ദി എന്നീ സൂപ്പർ ഹിറ്റ് പ്രോഗ്രാമുകൾക്ക് ശേഷം ഞങ്ങൾ ഇതാ വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് എത്തുകയാണ് ഗൾഫ് ഗേറ്റ് കോമഡി തമ്പോലയുമായി. ഗൾഫ് ഗേറ്റ് കോമഡി തമ്പോല. കോമഡി തമ്പൂര ചിരിച്ച് തകർക്കാൻ കോമഡി തമ്പൂര. അയ്യോ അപ്പപ്പോ കോമഡി തമ്പൂര ചിരിച്ച് തകർക്കാൻ കോമഡി തമ്പൂര. പല കഥയും കേൾക്കാം, പൊട്ടി പൊട്ടി ചിരിക്കാം, ടെൻഷൻസ് എല്ലാം ബൈ ബൈ ചൊല്ലു കോമഡി തമ്പൂര. ഇനി പോരണിയും ട്രാജഡി മാറ്റാൻ കളിയും ചിരിയും ഒന്നാ ചേർന്ന കോമഡി തമ്പൂര. പോലീസിന്റെ വേലത്തരം, ഡോക്ടർ സാറിൻ മണ്ടത്തരം, ഒട്ടിക്കാരിയാക്കി ചിരിക്കുവാൻ കോമഡി തമ്പോല. സൂപ്പർ താരമാവാൻ കൊതിച്ചവൻ, ഇപ്പൊ പേര് വഴി കിടപ്പവൻ, തന്റെ പെണ്ണു കെട്ടാൻ കൊതിച്ചൊരാൾ പാലിലമ്പം പീഡിച്ചയ്യ. മുഴുവൻ പിടിച്ചൊരു ചങ്ങായി മറ്റിൽ ചുറ്റിയടിക്കണ രസമായി. വേലയെടുത്തവനോ നാട്ടിൽ കാക്കാനുള്ളത് ഗമയാണോ? നടന്നവൻ, പൊതുജനം കഥ കഴിച്ചവൻ, ബോക്സിംഗ് ചാമ്പ്യനായി നടന്നൊരാൾ, ഇടി കൊണ്ട് കൂമ്പ് കഴിഞ്ഞൊരാൾ. ഈ ചിരിച്ചപ്പു തുറക്കുമ്പോൾ പാട്ടും കളികളും ഉണരുന്നേ, എങ്ങും ആനന്ദം നിറയുന്നേ. ഹായ് കോമഡി തമ്പോല. ഗൾഫ് ഗേറ്റ് കോമഡി തമ്പോല. പുതിയ പ്രശ്നങ്ങളും പ്രശ്നങ്ങൾക്കുള്ള പരിഹാരങ്ങളുമായി കുടിയന്മാരുടെ ബ്രാൻഡ് അംബാസിഡർ യെസ് ബൈജു ഈസ് കമ്മിങ്. ചേട്ടാ, ഇതിന് എവിടെ ഇപ്പൊ സാധനം ഇരിക്കുന്നത്? ആ പല കൺഫ്യൂഷൻ ആയില്ലേ. ഇവിടെ അല്ലെങ്കിലും ഒരു സാധനം നോക്കി കാണത്തില്ല. അതങ്ങനെയുള്ള ചെടിയെല്ലാം കൂടി വളർത്തി ഒരുത്തനെ കാണുന്നുമില്ല. എന്താ എവിടാ നീ വല്ലയിടത്തും പോണം? ഞാനങ്ങും പോണില്ല. ധൃതിയൊന്നുമില്ല. എനിക്കും ധൃതിയില്ല. പിന്നെ ഇപ്പൊ വേറെ അത്യാവശ്യമൊന്നുമില്ല. ഒരു അത്യാവശ്യമില്ല. എനിക്കൊരു ഉപകാരം ചെയ്യാം. എന്താ ചെയ്യുമെന്ന് പറഞ്ഞാൽ പിന്നെ ചെയ്യണം. പിന്നെ അവസാനം മുങ്ങിക്കളയില്ല. ചേട്ടൻ എന്ത് പറഞ്ഞാലും ഞാൻ ചെയ്തു തന്നിട്ടേ പോകുള്ളൂ. ഉറപ്പാണ്? ഉറപ്പാ. നീ ഇന്നാള് മുങ്ങിയ അതുപോലെ ഇന്ന് ഞാൻ മുങ്ങൂല്ല. മുങ്ങത്തില്ല. ഒരു ഉപകാരം ചെയ്യണം. പറ. ഈ കാണുന്ന 2 പൊത്തുണ്ട്. ആ 2 പൊത്തുണ്ട്. അതിൽ ഏതെങ്കിലും ഒന്നിലൊന്ന് കൈയിടാം. എന്തിനായിട്ട് വെറുതെ പൊത്തിലൊക്കെ കൈയിടുന്നത്? വെറുതെ ചുമ്മാ ഒന്നും ഇതാ
നീ പിന്നെ ഇടാന്ന് പറഞ്ഞിട്ട് പിന്നെ ഉപകാരം ചെയ്യാന്ന് അപ്പൊ പറഞ്ഞിട്ട് ചേട്ടന് കൈ ഇടാൻ പാടില്ല. ആര് ചേട്ടന് കൈ ഇടാൻ പാടില്ല. എടോ, ഒന്ന് ഇടാതെ പൊത്തി കൈയിടാൻ ഇത്ര നാണം എന്താ പൊത്തിൽ കൈയിട്ട പ്രശ്നം തീരുവാ. ആ പൊത്തി പൊത്തി കൈ ഇടണം, അത്രയല്ലേ ഉള്ളൂ. ഒന്ന് ഇട്ടേടാ ആ ഇടാ. ഈ പൊത്ത് ഇപ്പഴത്തെ പൊത്ത് ഇട്ടോ ശരി ശരി ഇട്ടോ വല്ലതും തടയുന്നുണ്ടോ ഒന്നും തടയാമല്ലോ. ഒന്നുമില്ല എടാ ഒന്ന് നോക്കിക്കടാ ഇല്ലെന്ന് ഒന്നുമില്ല കണ്ട. അല്ല ആ മുട്ട് വരെ അങ്ങോട്ട് കയറ്റണാവേ അത് കിട്ടിയാ കിട്ടി വല്ലതും കിട്ടിയാ ഒന്നുമില്ല അതിന്റെ ഉള്ളിൽ. ഒന്ന് ഷോൾഡർ വരെ അങ്ങോട്ട് തടഞ്ഞു ഇനി ഷോൾഡറും കൂടി കയറണം. അങ്ങോട്ട് കയറ്റി ഷോൾഡർ വരെ അങ്ങോട്ട് കയറ്റാ കൈക്ക് നീളമുള്ള നിനക്കെന്താ ഇത്ര ബുദ്ധിമുട്ട് നിന്റെ കൈയല്ല നീ എന്തിനാ പേടിക്കും ഇല്ല ഒന്നുമില്ല. അല്ലേ ഇങ്ങനെ കറക്കുന്നത് തപ്പി ശരിക്കും അങ്ങോട്ട് അപ്പഴാവ് വല്ലതും തടയുന്നുണ്ടോ ഒന്നും തടയുന്നില്ല ഒന്നുമില്ല. തല ഇട്ട് വയ്ക്കും പൊത്തിന്റെ ഉള്ളിൽ തല കയറ്റാൻ പറ്റും. തല കയറത്തില്ലല്ലേ ആ. അത് എഴുന്നേറ്റു വലിക്ക് മുറിയിട്ട് വലിക്ക്. ഞാൻ പറഞ്ഞില്ലേ കിട്ടിയ ഒന്നുമില്ല. കൈക്കുമല്ലോ ഒന്ന് ഒരു കുഴപ്പമില്ല, ചെളി മാത്രമേ ഉള്ളൂ, ഒന്നുമില്ല അതിന്റെ ഉള്ളിൽ. ആ അപ്പൊ നീ കൈയിട്ടെന്റെ അപ്പുറത്തെ പൊത്തിലാ മോനെ സാധനം ഇരിക്കുന്നത് എന്നാ പിന്നെ ഇത് നേരത്തെ പറയാൻ പാടില്ല, ഞാൻ എടുത്തു തരില്ലേ? ഒറ്റ അടിയൊന്നും ചെയ്യൂല നീ എന്റെ സാധനം ഒന്നും പറ കൈയിടാൻ എന്ത് സാധനം ചേട്ടന്റെ പോയത് അത് പറ. എടാർക്ക് എന്റെ സാധനം ഒന്നും പോയതല്ല പിന്നെ ആ പൊത്തിന്റെ ഉള്ളിൽ എന്താ സാധനം? എടാ ഞാൻ ഇവിടെ നിൽക്കുമ്പോ ഒരു 8 അടി മൂർക്കം വന്ന് ഈ ഇങ്ങോട്ട് കയറുന്നുണ്ട് അത് ഈ പൊത്തിലാണോ അതോ മറ്റേ പൊത്തിലാണോ എന്നുള്ള കൺഫ്യൂഷനിൽ നിൽക്കുകയായിരുന്നു ഞാൻ അതറിയാൻ വേണ്ടിട്ട് നിന്നെ കൂടെ ഞാൻ കൈയിടിച്ച് നോക്കിയറിയാം പറഞ്ഞു മനസ്സിലായല്ലോ എടാ നീ വേറെ ആരെങ്കിലും വന്നിട്ട് പറയാം ആ പൊത്തി കൈയിടാൻ അതിനകത്ത് നീ കൈയിടരുത് മൂർക്കം പാമ്പ് പൊത്തി നീ ചത്തു മനസ്സിലായോ ഗൾഫ് ഗേറ്റ് കോമഡി തമ്പോല. നാളെ രാവിലെ വന്നതിനെ ഒന്ന് കാണാൻ പറ വരുമ്പോ എന്തെങ്കിലും കൊണ്ടുവരാൻ പറ ഡോക്ടറെ കാണാൻ വെറുതെ വന്നാൽ മതിയോ നമസ്കാരം ഡോക്ടറെ. നമസ്കാരം ഞാൻ ഇന്ന് രാവിലെ മറ്റേ പ്ലാസ്റ്റർ ഒക്കെ ഇടാൻ പറഞ്ഞല്ലേ എല്ലാം ശരിയാക്കി. മറ്റേ- ഇതും കെട്ടി, ഇതും ഓക്കെ ഓക്കെ തന്റെ പേരെന്താന്ന് പറഞ്ഞേ എന്റെ പേര് എന്നെ അറിയില്ലേ? ഇല്ല എന്തോ ഞാനാണ് പ്രശസ്ത കാതകൻ കുഞ്ഞുകിഴി കഞ്ഞപ്പൻ. കുഞ്ഞുകിഴി കഞ്ഞപ്പനല്ല കുഞ്ഞപ്പനല്ല കുഞ്ഞപ്പുറൻ പേര് പറയണ്ടായിരുന്നു കുഞ്ഞിക്കുഴി ഇവിടെ കഞ്ഞിക്കുഴി കുഞ്ഞപ്പൻ മനസ്സിലായി. ഞാൻ എന്റെ കണ്ടിട്ടുണ്ട് കഥകളൊക്കെ കേൾക്കാറുണ്ടല്ലേ? ആ, ഉവ്വ്. എന്റെ ദൈവമേ, പറയൂ. ഇതിന് മാത്രം തല്ലുകൊള്ളാൻ താൻ ഏത് കഥയോട് പറഞ്ഞത് ഒന്നും പറയണ്ട ഡോക്ടറെ. ആ? 18 വർഷക്കാലമായിട്ട് പ്രൊഫഷണൽ ട്രൂപ്പുകൾ പ്രൊഫഷണലായിട്ട് ഞാൻ കഥ പറഞ്ഞുകൊണ്ടിരിക്കും. ആ ശരി എല്ലാ കഥയും എനിക്ക് മറ്റു പ്രസിഡന്റിന്റെ അവാർഡ് കിട്ടിയിട്ടുണ്ടോ ഇല്ല പ്രസിഡന്റ് വന്നപ്പോ ഞാൻ ഒരു ദിവസം കാണാൻ പോയി കാണാൻ പറ്റും ഇന്നലെ എന്താ 18 വർഷക്കാലമായിട്ട് ഞാൻ കഥ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എല്ലാ കാതകന്മാരും പറയുന്ന പോലെ അത് അങ്ങോട്ട് നോക്കൂ ഇങ്ങോട്ട് നോക്കൂ എന്ന് പറയുന്ന പോലെ ഞാൻ ഇന്നലെ കഥ പറഞ്ഞുകൊണ്ടിരുന്നപ്പോ അത് അങ്ങോട്ട് നോക്കൂ എന്ന് പറയും. നാട്ടുകാർ കമ്പിളിച്ച് അങ്ങോട്ട് തിരിഞ്ഞു നോക്കി. അതാണ് ഈ പ്രശ്നം. ഇവിടെ ഒന്ന് എല്ലാ കഥകമാരും ഇത് അങ്ങോട്ട് നോക്കി ഇത് ഇങ്ങോട്ട് നോക്കുന്നു പറയാറുള്ളതല്ലേ താനൊന്ന് അങ്ങോട്ട് നോക്കുന്നു പറഞ്ഞ് ഇതിന് മാത്രം പ്രശ്നം ഉണ്ടാകാൻ കാര്യം എന്താ? ഞാൻ ഈ കഥയുടെ സന്ദർഭവശാലേ അത് അങ്ങോട്ട് നോക്കുമെന്ന് പറഞ്ഞു. നാട്ടുകാർ കമ്പിളിച്ച് അങ്ങോട്ട് നോക്കി. ഒരു പെണ്ണുമ്പിള്ള അവിടെ നിന്ന് കൊച്ചിന് മുല കൊടുക്കുമായിരുന്നു. എന്റെ പൊന്നു സാറേ പിന്നെ നാട്ടുകാർ നോക്കി കണ്ടതിന് ശേഷം ഇങ്ങോട്ട് തിരിഞ്ഞാ എന്റെ 7-8 ഒതുക്കുമായിരുന്നടാ ഒതുക്ക അല്ല ഡോക്ടറെ. ഡോക്ടർ സത്യം പറയൂ എന്റെ ഹസ്ബൻഡിന് ഇപ്പൊ എങ്ങനെയുണ്ട്? പേടിക്കാനൊന്നുമില്ല. നിങ്ങളുടെ ഹസ്ബൻഡ് ഇപ്പോൾ അപകടനില തരണം ചെയ്തു. അപകടനില തരണം ചെയ്തു? ഓക്കേ. സത്യം? സത്യമായിട്ട്. അയ്യോ അപകടനില തരണം ചെയ്തല്ലോ. ഇനി പഴയ പോലെ പുള്ളിക്ക് പാത്രം കഴുകാൻ തുണി നനയ്ക്കൊക്കെ ചെയ്യാലോ അല്ലേ ഡോക്ടർ? ഗൾഫ് ഗേറ്റ് കോമഡി തമ്പോല. ആരാടോ ഇവനോടെ പോന്നേ? നമ്മളാണ് സുപ്രസിദ്ധ തിരക്കഥാകൃത്തുക്കൾ. ഇവിടെ എന്താണോ പാലളന്നു കൊടുക്കുന്നുണ്ടാ? നിങ്ങൾ ഉദ്ദേശിച്ച സ്ഥലമല്ലാതെ ഷൂട്ടിംഗ് ലൊക്കേഷൻ. നിങ്ങൾ തെങ്കാശി പട്ടണം എന്നൊരു സിനിമ കണ്ടിട്ടുണ്ടോ? കണ്ടില്ല. അതിന്റെ തിരക്കഥ നിങ്ങളാ? നമ്മളല്ല. നിറം എന്ന് പറഞ്ഞൊരു സിനിമ കണ്ടിട്ടുണ്ടോ? നിറം അത് കാണാൻ പറ്റില്ല. അതിന്റെ തിരക്കഥ എഴുതിയത് നിങ്ങളാ? അതിന്റെ തിരക്കഥ നമ്മളല്ല. നിങ്ങൾ ആരാടോ? സാർ നിങ്ങൾ കിസ്മത്ത് ഫൂലെ കാ ടൂട്ടോങ്ക് ചാരാത്തി എന്നൊരു ഹിന്ദി സിനിമ കണ്ടിട്ടുണ്ടോ? ആ ഹിന്ദി സിനിമ ഞാൻ കണ്ടിട്ടുണ്ട്. അതെങ്ങനെ കാണുക? അങ്ങനെ കാണുക? അങ്ങനെ പടം ഇല്ലല്ലോ.
ഫുൾ പെഡൽസ് ഇടുക. നിങ്ങളുടെ പരിപാടി എന്താ? ഷൂട്ടിംഗ് ലൊക്കേഷൻ ആണ്, നിങ്ങൾ ആവശ്യമില്ല വിട്ടോ. അതുകൊണ്ടല്ലേ സർ വന്നത്. ഉഗ്രം തിരക്കഥയില്ലേ? തിരക്കഥ. നല്ല ഗിൺ ഗിൺ എന്നുള്ള തിരക്കഥ. തിരക്കഥ ഉണ്ടോ? വെറൈറ്റി ഉണ്ടോ? Variety വെറൈറ്റി സാധനം ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ സ്വീകരിക്കൂ. നല്ല വെറൈറ്റി ഉണ്ടല്ലോ. Variety ഉണ്ടോ? സാധനം. നല്ലൊരു തിരക്കഥ ഒന്ന് പറഞ്ഞ് നോക്കട്ടെ. നല്ല വെറൈറ്റി ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ തെരഞ്ഞെടുക്കുള്ളൂ. നല്ലൊരു വെറൈറ്റി ആരെങ്കിലും ഒരാൾ പറയടാ. ഞാൻ പറയാം. ആ അങ്ങാക്കല്ലേ സുന്ദരമായ ഒരു ഗ്രാമം. അത് വെറൈറ്റി ഉണ്ടല്ലോ. അങ്ങകലെ സുന്ദരമായൊരു ഗ്രാമം. അങ്ങകലെ ആ ക്യാമറ വൈഡ്. സുന്ദരമായ ഒരു ഗ്രാമം. ഓക്കെ. അങ്ങകലെ സുന്ദരമായൊരു ഗ്രാമം. അങ്ങകലെ സുന്ദരമായ ഒരു ഗ്രാമം. അതേടാ കുറെ നേരമായാലും നീ അങ്ങകലെ സുന്ദരമായൊരു ഗ്രാമം. അവിടെ എന്താണ്? ആ ഗ്രാമത്തിൽ ആ. ഒരു കൊച്ചുകുടിലിൽ ഒരു ഒരു മുത്തശ്ശനും ഒരു മുത്തശ്ശി. വീണ്ടും വെറൈറ്റി. ഒരു കൊച്ചു കുടിൽ, ഒരു ക്ലോസപ്പ് കൊടുക്കാം കുടിലിന്റെ. ഒരു മുത്തശ്ശനും ഒരു മുത്തശ്ശി. ആ ആ അവരങ്ങനെ സസുഖം കഴിയാണ്. ആ. ഇതാ കഥ. വരുന്നവണ്ടേ ഇതാ കഥ. ഇവിടെ ഒരു കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവരെന്തെങ്കിലും ചെയ്യുന്നതായി കാണിക്കണം, അവര് ഭക്ഷണം കഴിക്കുന്നത് കാണിക്കണം, ഒരുപാട് സംഭവങ്ങൾ കാണിക്കണം. സംഭവം കാണുന്നുണ്ടല്ലോ. എന്തായില്ലേ? പക്ഷെ വാതിലടച്ചുകൊണ്ട് നമ്മൾ ആരും കാണില്ല. എടാ അത് പോരെ, നമ്മളത് ചിത്രീകരിക്കണം. ചിത്രീകരിക്കണം. ആ. അങ്ങനെയാണെങ്കിൽ ആ. രാവിലെ എഴുന്നേറ്റ ഉടനെ അവര് കഴിക്കാണ് ആ. പഴവും പുട്ടും. വെറൈറ്റി. Variety. Variety സാധനം. പഴവും പുട്ടും. ആ ഒരു 11:30 മണിക്ക് വീണ്ടും കഴിക്കുന്ന പുട്ടും പഴവും. പുട്ടും പഴവും 11:30 മണിക്ക്. ഓക്കെ. ഉച്ചയ്ക്ക് വിഭവസമൃദ്ധമായ പഴം സാൻഡ്വിച്ച്. മോനെ ഇതെന്താ പുട്ടും പഴത്തിന്റെ കച്ചവടം ഉണ്ടോ എനിക്ക്? എടാ ഇതൊന്നും പോരോടോ ഒരു സിനിമക്ക്. നിനക്കറിയാലോ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ട്രെൻഡ് വെച്ചിട്ട് സിനിമ എന്ന് പറയുമ്പോ അറ്റ്ലീസ്റ്റ് ഒരു ബോംബ് പ്ലാസ്റ്റിക് നിർബന്ധ. ബോംബ് ബ്ലാസ്റ്റിംഗ് ഉണ്ട്. ഉണ്ടോ? സംഭവം നടക്കുന്നത് കണ്ണൂരാണ്. ആഹാ. മുത്തശ്ശനും ഒരു ജോളി ഫാമിലി എന്നുള്ള നിലയില് ആ. രാവിലെ തന്നെ ബോംബ് എടുത്ത് തട്ടി കളിക്കുക. ഇതെന്ത് വോളിബോൾ കളിയാ? ഒടുവിൽ ബോംബ് അങ്ങോട്ട് പൊട്ടുക. തിരക്കഥാ സംഭാഷണം അയക്കൂ. എന്റെ പേരില്ലേ? എന്തിനു പടകൊട ഇതൊക്കെ പോരെ? എടാ ഇതൊന്നും പോരാ. ഒരു സിനിമ എന്ന് പറയുമ്പോ നിങ്ങൾക്ക് അറിയാന്നറിയില്ല, ഇപ്പോഴത്തെ ട്രെൻഡ് വെച്ച് നോക്കുമ്പോ ഒരു കുളിസി നിർബന്ധാടോ. കുളി സീനുണ്ട്. ഉണ്ടോ? പിന്നെ നിങ്ങൾ അതല്ലേ ആദ്യം വെക്കല്ല. അതല്ലേ ആദ്യം പറയണ്ടേ? കുളി സീനുണ്ട്. ഈ ബോംബ് പൊട്ടിട്ട് മുത്തശ്ശി മരിച്ചു കിടക്കും എന്റെ മോനെ ബക്കറ്റിൽ വെള്ളം കൊണ്ടുവന്നിട്ടുണ്ട്. ഡെഡ് ബോഡി കുളിപ്പിക്കലേ. അതിന് പൈസ വരും. അതാണ് വരും. ആ മോനെ അതിന് പൈസ വരും. ഇമാതിരി തിരക്കഥ ഇന്നോട് വേണ്ട. നിങ്ങൾ വിട്ടോ. ആവശ്യമില്ലടാ. എന്ത് തിരക്കഥയത്? സാർ ഞങ്ങൾ നന്നായിട്ട് അഭിനയിക്കും സാർ. അങ്ങനെ നന്നായിട്ട് അഭിനയിക്കും. അഭിനയിക്കും. നിങ്ങൾ മാറ്റി ചവിട്ടിയോ? പിന്നെ എന്റെ ബാബാവിനെ കണ്ടിരാം. ഇല്ല. പേടിച്ചു പോന്നല്ലോടാ. ഒരു കാര്യം ചെയ്യും, നിങ്ങൾ അത്ര വലിയ അഭിനേതാക്കളാണെങ്കിൽ എന്റെ ഒരു പുതിയ തിരക്കഥ റെഡി ആയിട്ടുണ്ട്. ആ തിരക്കഥയിൽ നിങ്ങളെ പോലുള്ള 2 ചെറുപ്പക്കാർ ആവശ്യമുണ്ട്. ഒരു കാര്യം ചെയ്യാം, ഞാൻ ആ തിരക്കഥ ശരിക്കൊന്ന് വിവരിച്ച് പറഞ്ഞു തരാം. ആ തിരക്കഥക്കനുസരിച്ച് നിങ്ങൾ അഭിനയിച്ച് കാണിക്കുകയാണെങ്കിൽ നിങ്ങളത് ഈ സിനിമയിലേക്ക് ഞാൻ സെലക്ട് ചെയ്യും. നമുക്കൊരു കലക്ക് കലക്കണം. ഓക്കെയാണോ? ഓക്കേ. ഓക്കെയാണോ? എന്നാ ഞാൻ കഥ പറയട്ടെ. ഓക്കെ. അതായത് എന്തായാലും നിന്നെ തെരഞ്ഞെടുത്തിനില്ല. ആ തെരഞ്ഞെടുത്ത ശേഷം നീ ആക്ഷൻ എടുത്താൽ മതി. മനസ്സിലായല്ലോ? എന്നാ കഥ പറയട്ടെ. അതായത് 2 ആത്മാർത്ഥ സുഹൃത്തുക്കൾ. മാതിരി ഇവൻ നന്നാകുന്നതിൽ എനിക്ക് സന്തോഷമുള്ളൂ. എനിക്കും അതെ, ഇവൻ നന്നായി കിട്ടുന്നതാണ് എന്റെ സന്തോഷം. 2 ശരീരമാണെങ്കിലും ഒരാത്മാവാ നമ്മള്. അതന്നെ. അങ്ങനെ വളരെ പരസ്പരം ഭയങ്കര സ്നേഹമുള്ള 2 ആത്മാർത്ഥ സുഹൃത്തുക്കൾ. അതിലൊരാൾ ഒരു സുപ്രഭാതത്തിൽ ഗൾഫിലേക്ക് പോകുന്നു. അതെങ്ങനെയാണ് നീ നിങ്ങൾ ആരെങ്കിലും ഒരാളൊന്ന് തീരുമാനിക്കടാ. ഞാൻ പോയിക്കോളാം സാർ. എനിക്ക് പാസ്പോർട്ടും വിസ ഒക്കെ ഉണ്ട് സാർ. ഞാൻ പോയിക്കോളാം സാർ. ഉണ്ടല്ലോ. എല്ലാം ഉണ്ട്. എന്നൊരു കാര്യം ചെയ്യ്, നീ ഗൾഫിൽ. അപ്പോൾ ഞാനിവിടെ. നീ ഗൾഫിൽ. ഞാൻ ഗൾഫിൽ. അങ്ങനെ വേണം ഗൾഫിൽ പോവാൻ. ഓൻ എവിടെയാ പോയത്? ഗൾഫിൽ. ഓനാരെങ്കിലും അമ്മാന്റെ പോനാ? ഓന്റെ കള്ള പാസ്പോർട്ട്. ചേട്ടോ നിനക്ക് ഇവിടെ റോളുണ്ട്, നല്ല വെറൈറ്റി റോളുണ്ട്, അടിപൊളി റോളുണ്ട്. ഓനങ്ങെത്തി അവന്റെ പോക്കാണ്. അവസാന പോക്കാണ്. അതാ യഥാർത്ഥ ഗൾഫുകാരൻ ഇങ്ങനെ പോകണം. അപ്പോ തന്റെ റോൾ ഞാൻ വിവരിച്ച് പറഞ്ഞുതരാം. താൻ ഇവിടെ നാട്ടിൽ ഒന്നിനും കൊള്ളാത്തവനായി ഒരു നാട്ടുകാർക്ക് വേണ്ടാത്തവനായി, വീട്ടുകാർക്ക് വേണ്ടാത്തവനായി ഒരു ചെറ്റക്കുടൽ അങ്ങനെ ജീവിച്ചു. അല്ല, ഒരു സംശയം. ഈ എന്റെ ചെറ്റക്കുടലിന്റെ ഓഫീസ് റൂം ബാർപ്പായിക്കൂടും. സ്റ്റെപ്പെങ്കിലും പാർത്തോളൂ. ചേട്ടോ കഥയിൽ അങ്ങനെയൊന്നും പറ്റില്ല. കൊന്നോ? അപ്പൊ താൻ ഇവിടെ നാട്ടുകാർക്ക് വേണ്ട, വീട്ടുകാർക്ക് വേണ്ട, ആകെ പ്രശ്നമായി ജോലിയില്ല, കൂലിയില്ല, ഒന്നുമില്ലാതെ ജീവിച്ചു കൊണ്ടിരിക്കുന്ന കാലം നീ ശ്രദ്ധിക്കേ. അപ്പോ നിന്റെ വീടിന്റെ തൊട്ടപ്പുറത്തെ ഒരു വലിയ മാളിക വീട്ടിൽ അതാ ഒരു പുതിയ താമസക്കാർ താമസത്തിന്. അപ്പോൾ സാർ ഞാനിവിടെ. നീ ഗൾഫിൽ. ഞാൻ ഗൾഫിൽ. അങ്ങനെ എന്നും മുറ്റമടിക്കണതാ ഒരു മധുര 17കാരി മുറ്റത്തേക്ക് ഇറങ്ങുകയായി. നിങ്ങൾ അവളെ കാണുന്നു, അവൾ നിങ്ങളെ കാണുന്നു.
കണ്ണുകൾ പരസ്പരം കോർക്കുന്നു. ഞാൻ ഗൾഫ് പോകുന്നില്ല കേട്ടാ. എന്തിനാ വെറുതെ ഗൾഫ് പോകുന്നത്? ദേശായി വേണ്ടിയാ ഞാൻ വെറുതെ അങ്ങ് പോയിട്ട് കഷ്ടപ്പെടുന്നു. അതെ, നിങ്ങൾ പരസ്പരം പ്രണയബദ്ധത്തിലാകുന്നു. ആയിക്കോട്ടെ, നിങ്ങൾ പാർക്കിൽ പോകുന്നു, ബീച്ചിൽ പോകുന്നു, ഊട്ടിക്ക് പോകുന്നു, കൊടൈക്കനാലിൽ പോകുന്നു, കടലൊക്കെ കുറിക്കുന്നു. ഞാനിങ്ങ് പോരുന്നു. എന്നെ അറബി പറഞ്ഞു വിട്ട അവിടുന്ന്. അറബി പറഞ്ഞു നിന്റെ പണി ശരിയല്ലേ, വേഗം നാട്ടിലേക്ക് വിടണം. അടുത്ത പടിക്ക് ഇങ്ങോട്ട് വിട്ട്. ചേട്ടാ, നീ ഗൾഫിൽ. അറബിക്ക് എന്നെ ഇഷ്ടമില്ല, ഇപ്പൊ ഞാൻ അവിടെ നിൽക്കും. ഗൾഫിൽ ഞാൻ നാട്ടിൽ. നീ നാട്ടിൽ. ഗൾഫ് പോയില്ല. ഇവിടെ റോള് ഞാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ എവിടെ? നീ ഗൾഫിൽ. ഞാൻ ഗൾഫിൽ. അങ്ങനെ കാലങ്ങൾ കുറച്ചു കാലം അങ്ങനെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു 5-8 മാസം കഴിഞ്ഞപ്പോൾ താൻ ഒരു നഗ്ന സത്യം മനസ്സിലാക്കിയാണ്. താൻ പ്രേമിച്ചുകൊണ്ട് നടന്നിരുന്ന പെൺകുട്ടി 8 മാസം ഗർഭിണിയാണ്. അപ്പോൾ സാർ ഞാൻ എവിടെ? നീ ഗൾഫിൽ തന്നെ. ഞാൻ ഗൾഫിൽ. അല്ല, ഞാൻ ഗൾഫ് പോയാലോ? അതെങ്ങനെയാണോ? അല്ല, വെറുതെ നാട്ടിൽ നിന്നിട്ട് ഇങ്ങനെ മൂടോട്ടുണ്ടല്ലോ. എടാ പറ്റൂല, തന്റെ റോള് കംപ്ലീറ്റ് ഇവിടെയല്ലേ. എന്ത് അങ്ങനെ നാട്ടിൽ പ്രശ്നമായി, വീട്ടിൽ പ്രശ്നമായി, നാട്ടുകാർക്ക് വെറുപ്പായി, വീട്ടുകാർക്ക് വെറുപ്പായി, ആകെ പ്രശ്നരൂക്ഷിതമായി. ഈ കാലാവസ്ഥയിൽ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കാൻ വേണ്ടി തന്റെ ആത്മാർത്ഥ സുഹൃത്തിനെ ഗൾഫിൽ നിന്നും നീ കത്തയച്ച് നാട്ടിലേക്ക് വരുത്തുന്നു. അയ്യോ, എനിക്ക് വരാൻ പറ്റില്ല. അവിടെ ഫുൾ തിരക്ക്. അറബി വിടണ്ടേ? ഞാൻ പോട്ടെ. അറബി വിടണ്ടേ? നീ നാട്ടിലേക്ക് വരണം. എനിക്ക് വരാൻ പറ്റില്ല. നീ പോവില്ല. നീ എനിക്ക് ഇവിടെ ആ റോള്. നീ നാട്ടിൽ നിന്നും ഗൾഫിൽ നിന്നും നാട്ടിലെത്തി. എത്തി. അല്ല, അതിന് ശേഷം എനിക്ക് പോയിക്കോ. ചേട്ടാ, നിനക്ക് പോകാൻ പറ്റില്ല. നിന്റെ റോൾ ഇവിടെ കംപ്ലീറ്റ് ഇവിടെ അല്ലേ. ഇവിടെ എത്തിയപ്പോഴാണ് നീ ഒരു നഗ്ന സത്യം മനസ്സിലാക്കുന്നത്. അതായത് ഇയാൾ പ്രേമിച്ചുകൊണ്ട് ഗർഭിണിയാക്കിയത് മറ്റാരെയുമല്ല, മറിച്ച് നിങ്ങളുടെ സ്വന്തം ഭാര്യയാണ്. എന്തൊരു അഭിനയാടാ ഇത്! ഇത്ര വലിയൊരു മുഹൂർത്തം ഞാനിങ്ങനെ വിവരിച്ച് പറഞ്ഞിട്ട് നിങ്ങനാടോ അഭിനയിച്ച് കാണിക്കുക? നിങ്ങൾ എന്താ അഭിനയിതാക്കളാടോ? നീങ്ങ് വാ, നിനക്കൊന്നും മനസ്സിലായിട്ടില്ല. നീ ഇങ്ങോട്ട് വാ. നീങ്ങ് വാ. അതായത് ഉദാഹരണത്തിന് നിന്റെ ഭാര്യ, ഞാൻ നിന്റെ സുഹൃത്താണെന്ന് വെക്കും. നിന്റെ ഭാര്യയെ ഞാനിങ്ങനെ പ്രേമാണ്, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് കുറെ കാലം കൊണ്ട് നടന്നിട്ട് അവൾ 8 മാസം ഗർഭിണിയാണെന്ന് നീ തിരിച്ചറിയുന്നു. അങ്ങനെ അറിയുമ്പോഴുണ്ടാകും നിന്റെ ഒരു ഭാവപ്രകടനം, നിന്റെ ഒരു വികാര വിക്ഷോഭം. അതാണ് എനിക്ക് വേണ്ടത്. എന്റെ പൊന്നു ചങ്ങാതി, 10 കൊല്ലം ഞാൻ കല്യാണം കഴിച്ചിട്ട് ഇതുവരെ എന്നെ കൊണ്ട് കഴിച്ചിട്ടില്ല. കൺഗ്രാറ്റുലേഷൻ. ഗൾഫ് ഗേറ്റ് കോമഡി തമ്പോല. എല്ലാരും എത്തിയിട്ടുണ്ടല്ലോ. എല്ലാരും ഇന്ന് കൃത്യമായിട്ട് വന്നിട്ടുണ്ടല്ലോ. അപ്പൊ ഇന്ന് മാഷ് ആദ്യമായിട്ട് നിങ്ങളോട് ചോദിക്കാൻ പോകുന്നത് ഒരു മനക്കണക്കാണ്. മനുഷ്യനെ മെനക്കെടുത്താൻ ഓരോ മനക്കണക്കോട്ട് സാറ്. എന്താടാ പറഞ്ഞ? മിണ്ടരുത്. ഞാൻ പറയണ കണക്ക് ശ്രദ്ധിച്ച് കേട്ടോണം കേട്ടോ. ആരും ബുക്കിലൊന്നും എഴുതണ്ട. മനക്കണക്ക്. ബുക്കും പുസ്തകമൊക്കെ അടച്ചു വെക്കി ശ്രദ്ധിച്ച് കേട്ടോ. ഞാൻ പതിവ് പോലെ ഇന്നലെ രാവിലെ 6 മണിക്ക് എഴുന്നേറ്റു. പിന്നെ കുളി, പല്ല് തേപ്പ്, ഡ്രസ്സ് ചെയ്യൽ എല്ലാം കൂടി ആയപ്പോഴത്തേനും ഒരു 6:15. അവിടുന്ന് ഞാൻ സൈക്കിൾ എടുത്തുകൊണ്ട് നേരെ പുറത്തേക്ക് ഇറങ്ങി. നേരെ ചെന്നത് ഞാൻ മാർക്കറ്റിലാണ്. അപ്പൊ സമയം 6:30. മാർക്കറ്റിൽ ഞാൻ വെണ്ടക്ക, തക്കാളി, പാവക്ക, ഇഞ്ചി, പച്ചമുളക്, കരിവേപ്പില എല്ലാം മേടിച്ചു കഴിഞ്ഞപ്പോൾ ഒരു 43 രൂപ 50 പൈസയായി. അപ്പൊ സമയം ഏതാണ്ട് ഒരു 6:45. അവിടുന്ന് ഞാൻ സൈക്കിളിൽ നേരെ പലചരക്കടയിൽ പോയി. അവിടുന്ന് 1 കിലോ പഞ്ചസാര, 100 ചായപ്പൊടിയും 1 പാക്കറ്റ് മുളക് പൊടി മേടിച്ചപ്പോൾ 38 രൂപ 50 പൈസ. അപ്പൊ സമയം ഏതാണ്ട് ഒരു 7-7:30 മണിയായി കാണും. അവിടുന്ന് തിരിച്ച് ഞാൻ സൈക്കിളിൽ വന്ന വഴിക്ക് നിർത്തിയിട്ട് സൈക്കിൾ ഷോപ്പിൽ കയറി എൻ്റെ സൈക്കിളിന് 1 രൂപ കൊടുത്ത് കാറ്റടിച്ചു. അപ്പൊ സമയം 8 മണി. അവിടുന്ന് തിരിച്ച് നേരെ ഞാൻ വീട്ടിൽ വന്ന് കയറിയപ്പോ സമയം 8:30. അങ്ങനെയാണെങ്കിൽ എൻ്റെ വയസ്സ് എത്ര? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ എൻ്റെ വയസ്സ്? എൻ്റെ വയസ്സ് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഞാൻ പറയാം. പറഞ്ഞ കേക്കട്ടെ, എത്രയാണ് എൻ്റെ വയസ്സ്? 24 48. എടാ മിടുക്ക, എന്നാലും നിനക്ക് എൻ്റെ വയസ്സ് എങ്ങനെയാടാ ഇത്ര കൃത്യമായിട്ട് മനസ്സിലായത്? 24 48 ആണോ? അതെ. അപ്പൊ സാറിന്റെ വയസ്സ് 48. എടാ, എന്നാലും എൻ്റെ വയസ്സ് ഇത്ര കൃത്യമായിട്ട് നീ കണ്ടുപിടിച്ചത് എങ്ങനെയാണ്? അതെ, എന്റെ വീട്ടിൽ എനിക്കൊരു ചേട്ടനുണ്ട്. പുള്ളിക്ക് 24 വയസ്സാണല്ലോ. നിന്റെ ചേട്ടന് 24 വയസ്സായിക്കോട്ടെ, പക്ഷെ എന്റെ വയസ്സ് നീ എങ്ങനെ കൃത്യമായിട്ട് കണ്ടുപിടിച്ചു? ഈ 24 വയസ്സുള്ള ചേട്ടനെ അരവട്ട പുള്ളിയെ ചങ്ങലക്കിട്ടിരിക്കുക. സാറിന് മുഴുവട്ടല്ലേ? അതെ. അപ്പൊ 24 48. അപ്പൊ സാറിന്റെ വയസ്സ് 48. കോമഡി തമ്പോല.
എടി ഞാൻ അന്നേ പറഞ്ഞില്ലേ രമണിക്കല്ല കുഴപ്പം, അവിടെ ഭർത്താവിനാണ് കുഴപ്പം. ഗൾഫ് ഗേറ്റ് കോമഡി തമ്പോല. ആ ഓക്കെ, അത് പ്രശ്നമല്ല. ഓ ഞാൻ ചെയ്യാം. ആ സുഖോ സുഖോ, എടാ നീ എവിടെയായിരുന്നടാ? സുഖമില്ല സാർ. ആ സുഖമില്ല. ഒന്ന് വിളിച്ചു സാർ. ബഹുമാനം. ആ നിന്നെ കണ്ടാ തോന്നുമല്ലോ നീയാന്ന് മുതലാളി. അല്ല പിന്നെ ഞാനല്ലടാ മുതലാളി. അതെ ഞാനല്ലേ തൊഴിലാളി. തൊഴിലാളിയല്ലേ? പിന്നല്ലേ. ആ നീ പേടിപ്പിക്കല്ലേട്ടോ. അധികം കളിച്ചെങ്കിൽ ഞാൻ ഡിസ്മിസ് ചെയ്താളി. നിങ്ങൾ എത്ര കൊല്ലം എന്റെ കൂടെ മുതലാളിയായിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട്? വർക്ക് ചെയ്യാൻ ചൂടാവല്ലോ. അതെ നിന്നെ കുറച്ച് കാര്യങ്ങൾ ഏൽപ്പിക്കാൻ പറ്റില്ല, ഞാൻ ഇനി പെട്ടെന്ന് വിളിച്ചു. അതായത് എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അതായത് എന്നെ കാണാൻ കുറച്ച് ആൾക്കാർ മുതലാളിനെ കാണാൻ. ഉദാഹരണത്തിന് ബാങ്കിൽ നിന്ന് ആരെങ്കിലും വന്നു, ബാങ്കിൽ നിന്ന് ആരെങ്കിലും ബാങ്കിൽ നിന്ന് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഞാനിവിടെ ഇല്ല. ഞാനിവിടെ ഉണ്ട്. ഞാനിവിടെ ഇല്ലാന്ന്. ഞാനിവിടെ ഉണ്ട്. എടാ ഞാനിവിടെ ഇല്ലാന്ന് മുതലാളിക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലേ? മുതലാളി ഇവിടെ ഇല്ല, ഞാനിവിടെ ഉണ്ട്. അങ്ങനെ നീ എന്റെ സ്വന്തം സുകുമാരൻ. പിന്നെ എന്നെ അന്വേഷിച്ച് ഒരു ഡോക്ടർ വരും. അങ്ങനെയാണെങ്കിൽ ഞാൻ പുറത്തു പോയിരിക്കാം. ഞാനകത്തുണ്ട്. ഞാൻ പുറത്തു പോയിരിക്കാന്ന്. ഞാനകത്തുണ്ട്. എടാ ഞാൻ പുറത്തോട്ട് പോയിരിക്കാന്ന്. ഒരൊറ്റ കൂത്തിന് ഞാൻ ഉണ്ടാക്കിയില്ലാന്ന് വെച്ചാൽ മുതലാളി പുറത്തു പോയി, ഞാൻ അകത്തുണ്ട്. അങ്ങനെയല്ലേ? നീ ചൂടാവല്ലടാ സുകുമാരൻ. എനിക്ക് ആകെ ഒരു സുകുമാരനല്ലേ മോനെ. പിന്നെ എന്നെ അന്വേഷിച്ച് നമ്മുടെ ചങ്ങായിമാരെങ്കിലും വരും. നമ്മളെ ചങ്ങായിമാർ നമ്മളല്ല, എന്റെ മാത്രം ഉണ്ടോ? അങ്ങനെ ആരെങ്കിലും വരികയാണെങ്കിൽ ഞാൻ അകത്ത് കിടന്നുറങ്ങുക. ഞാൻ ഉറങ്ങുന്നില്ല. ഞാൻ ഉറങ്ങുന്നാന്ന്. ഞാൻ ഉറങ്ങുന്നില്ലാന്ന്. എടാ ഞാൻ അകത്ത് കിടന്നുറങ്ങുന്നാന്ന്. എന്തൊരു മന്ന ബുദ്ധി പോലത്തെ മുതലാളി ഇത്. മുതലാളി ഉറങ്ങുന്നത്, ഞാൻ ഉറങ്ങുന്നില്ല. അവര് വരുമ്പോ ആള് വേണ്ടേ? ചൂടാകില്ല. ഒക്കെ മനസ്സിലല്ലേ നിനക്ക്? അപ്പൊ വേണ്ട പോലെ നീ കൈകാര്യം ചെയ്യാം. ഞാൻ എന്നാ വേണ്ട ചെയ്തു. ചൂടാകല്ലടാ. ഉറങ്ങാൻ പോന്നല്ലേ? ഇതായി വലിയ പ്രശ്നം. ആരെങ്കിലും വന്നിട്ടുണ്ട്, 2-3 ഒന്ന്. പിന്നെ ബാങ്കിൽ നിന്ന് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ പുറത്തു പോയിന്. ഡോക്ടർ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ അകത്തുണ്ട്. അങ്ങനെയല്ല പറഞ്ഞിട്ട് അതിപ്പോൾ എല്ലാവരും കൺഫ്യൂഷൻ ആയല്ലോ. ഓക്കെ, ആര് വരാൻ ഈ മുതലാളിനെ അന്വേഷിച്ചു. നമസ്കാരം. നമസ്കാരം. മുതലാളി ഉണ്ടോ? ആരാ? ഞാൻ ഡോക്ടറാണ്. ഡോക്ടർ എന്ന് പറഞ്ഞാൽ ബാങ്കിൽ നിന്ന് വരുന്ന വഴിയാ. ഇവിടുത്തെ മുതലാളി സുഹൃത്തു കൂടിയാ. മനസ്സിലായിട്ടില്ല. ഞാൻ ഡോക്ടറാണ്. ബാങ്കിൽ നിന്ന് വരുന്ന വഴിയാ. ഇവിടുത്തെ മുതലാളി സുഹൃത്തു കൂടിയാ. മനസ്സിലായിട്ടില്ല, ഒരിക്കൽ കൂടി പറ. ചങ്ങാതി ഞാൻ ഡോക്ടറാണ്. ബാങ്കിൽ നിന്ന് വരുന്ന വഴിയാ. ഇവിടുത്തെ മുതലാളി സുഹൃത്തു കൂടിയാ. മനസ്സിലായിട്ടില്ല, ഒരിക്കൽ കൂടി പറ. എടോ ഞാൻ ഡോക്ടറാണ്. നീ ഡോക്ടറാ? എനക്കെന്താ? ബാങ്കിൽ നിന്ന് വരുന്ന വഴിയാ. ബാങ്കിൽ നല്ല കളക്ടറേറ്റ് ഒന്നും എനക്കൊന്നുമില്ല. ഇവിടുത്തെ മുതലാളി സുഹൃത്തു കൂടിയാ. മുതലാളിയുടെ സുഹൃത്തല്ല, മുതലാളിയുടെ അച്ഛനായാലെന്താ? മുതലാളി ഇവിടെ ഇല്ല, പുറത്തു പോയി ഇരിക്കു വേണ്ടില്ല അകത്ത് കിടന്നിറങ്ങുന്നത്. നായേ ഓടാ. ഗൾഫ് ഗേറ്റ് കോമഡി തമ്പോല. എന്റെ പടച്ചോനെ, അത് മറ്റേ ഗൾഫിൽ പോയ പത്രോസല്ലേ? പുള്ളുപൊടി കാരണം ഇനി മിക്കപ്പുറത്തുണ്ടല്ലോ. ഞാൻ പോണേ പത്രോസ് ഗൾഫിൽ പോയിട്ട് 10 വർഷം കഴിഞ്ഞ് വന്ന പത്രോസ്. എന്തു പറയാനാ, സുഖമായിട്ട് പോകുന്നു. നീ ഇപ്പൊ ഇവിടെ തന്നെ തെറ്റിത്തിരിഞ്ഞൊക്കെ നടക്കുന്ന പരിപാടി തന്നെ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ചൊറിച്ചില് കാരണം ഡ്രൈവിംഗ് പഠിച്ചല്ലേ? ഒരു രക്ഷയില്ല. കണ്ടോ, സ്വർണത്തിനോട് എനിക്ക് പണ്ട് താല്പര്യം നിനക്കറിയാലോ. 15 പവനാ. 15 പവൻ താല്പര്യമില്ല. പിന്നെ ഞാൻ വെറുതെ ഗൾഫിലൊക്കെ അങ്ങനെ പോകാൻ പറ്റുമോ? നിങ്ങൾ ഇവിടെയൊക്കെ നിങ്ങളെയൊക്കെ സമ്മതിക്കണ്ടോ? എന്തൊരു ചൂടാ ഇവിടെ. ഗൾഫിലായിരുന്നെങ്കിൽ ഉണ്ടല്ലോ ഈ ചൂടത്ത് പുറത്തിറങ്ങി അപ്പം പിടിക്കും. പോലീസുകാരൊന്നും അല്ല, നമ്മുടെ കാലിലെ ടാറ്. എടാ വെയില് തുരുക്കി കിടക്കയില്ല ടാറ്, അത് അപ്പ കാലേ കയറി പിടിക്കും. ഗൾഫിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് സംഭവങ്ങളുണ്ട് പറയാൻ. ഇപ്പൊ ഞാനൊരു ഗൾഫുകാരനായോണ്ട് പറയുന്നല്ല, അവരെ പോവല്ലേ. ഇത് സ്വർണ്ണത്തിനൊക്കെ ഇവിടെ വില കുറവാണല്ലോ. അവിടെ ഭയങ്കര വിലയാണ് സ്വർണ്ണത്തിന്. ആണല്ലേ? അവിടെ ദറംസ് അല്ലേ ഞങ്ങള്. മനസ്സിലായില്ല?
അൽഹംദുലില്ലാ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അറബിയൊക്കെ ഞാൻ പഠിച്ചു. അതെ എടാ നമ്മുടെ ആ ബിൽഡിംഗില്ലേ ഇതെന്നാ നമ്മളെ കഴിഞ്ഞ ദിവസം മറ്റേ ചാക്കോച്ചന്റെ തോന്നുന്നു 3 നില ബിൽഡിങ് അറിയത് ആരെങ്കിലും ആട്ടെ അതൊക്കെ പോട്ടെ. അതിവിടെ പണിയാൻ എത്ര നാളെടുത്തു? പറ. 12 ഒരു കൊല്ലം. എന്തൊരു കഷ്ടമാണ് അറബി പറഞ്ഞാണ് ഞാൻ. ഞങ്ങളൊക്കെ ഗൾഫിലാണെങ്കിൽ ഉണ്ടല്ലോ 6 മാസം കൊണ്ട് കെട്ടിട്ട് അതുപോലെ അവിടെ പണി തോന്നുന്നു. അറിയാം നിനക്കത്? ഇതൊക്കെ വലിയ സംഭവങ്ങളല്ലേ. എടാ ഈ ഗൾഫ് എന്ന് പറയുന്നത് തന്നെ ലോകത്തിന്റെ വേറെ തലക്കിലല്ലേ. അവിടെ എല്ലാം തലതിരിച്ചാണ് അവിടെ. പിന്നെ തലതിരിച്ചാ അവിടെ ജനങ്ങളെ മനുഷ്യരൊക്കെ തല കുത്തിയാണോ? അങ്ങനൊന്നും സംസാരിക്കരുത്. ജനങ്ങളുടെ കാര്യമല്ല ഞാൻ പറഞ്ഞത്. അങ്ങനെയൊന്നും അറബിയൊക്കെ എനിക്ക് ഇനി ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഇപ്പൊ നമ്മൾ ഇവിടെ എഴുതുന്നത് എങ്ങനെയാണ്? ഇടത്തുനിന്ന് വലത്തോട്ടല്ല എഴുതുന്നത്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അവിടെ അങ്ങനെയല്ല. വലത്തിന്ന് ഇടത്തോട്ട് എഴുതുന്നത്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഇടത്തുനിന്ന് വലത്തോട്ട്. അവിടെ ഇതൊക്കെയാണ് കൊണ്ടുപോകാം. നീ ഇവിടെ സിഗരറ്റ് വലിക്കാറുണ്ടല്ലോ. ഇവിടെ എങ്ങനെ സിഗരറ്റ് വലിക്കുന്നത്? ഫിൽറ്റർ ഇങ്ങനെ വായി വെച്ചിട്ട് മറ്റേ അവിടെ എങ്ങനല്ല. സുഖമത്ത അവിടെ എങ്ങനെയല്ലാന്ന് മനസ്സിലായി. അവിടെ എങ്ങനെയാണെന്നറിയോ? ഫ്രണ്ട് ബസ് എടുത്ത് വായിക്കാത്തൊരു വെച്ചാൽ വലിക്കുന്നു. അവിടെ അപ്പൊ കത്തിക്കുന്ന ആദ്യം അവിടെ കത്തിക്കും. കത്തിയതിന് ശേഷം വായിക്കാത്തൊരു വെച്ച് അവിടെ അങ്ങനെ വലിക്കും. സത്യം വാവുള്ളുന്ന സംഭവം ഒന്നും അല്ല ഇവിടെ. അവിടെ എങ്ങനെയാകാലോ മുറുക്കാൻ കിടപ്പുണ്ട്. തുപ്പിക്കള. പിന്നെ ഇവിടെ മലയാള സിനിമകളൊക്കെ ഉണ്ടല്ലോ. ഇവിടെ സിനിമയിലൊക്കെ ഇന്റർവെൽ എന്ന് പറഞ്ഞ എപ്പോഴാണ്? സിനിമ തുടങ്ങി കുറച്ച് കണ്ട് ഇഷ്ടപ്പെട്ടു ഇടയ്ക്ക് ഇന്റർവ്യൂ. എന്തൊരു കഷ്ടമാണെന്ന് നോക്കണേ. അവിടെ അങ്ങനല്ല. അവിടെ ആദ്യം തന്നെ ഒരു ഇന്റർവെൽ അങ്ങോട്ട് കൊടുക്കുകയാണ്. അവിടെ ആവശ്യത്തിന് രാവിലെ മുതൽ ഇന്റർവെൽ വൈകുന്നേരം കൊടുക്കും. അത് കഴിഞ്ഞ് ജനങ്ങൾ പിന്നെ ഇടയ്ക്ക് പോകേണ്ട ആവശ്യമില്ല. ഒരു കാര്യം ഇന്റർവെല്ലാണ്. സിനിമ കണ്ടാ പോലെ ഞാൻ പോണേ. ഗൾഫിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട്. ഇവിടെ ഉണ്ടല്ലോ മറ്റേ മമ്മൂട്ടി മോഹൻലാൽ അഭിനയം ഉണ്ടല്ലോ. അതൊന്നും അല്ല അഭിനയം. ഗൾഫിലെ അറബി പെണ്ണുങ്ങളുടെ അഭിനയം. അതാണ് അഭിനയം എന്ന് പറഞ്ഞാല്. അവരെ കുറിച്ച് അങ്ങനെ സംസാരിക്കാൻ നമ്മൾ പാടില്ല. മനസ്സിലല്ലേ? പാടില്ല. അതാണ് മനസ്സിലല്ലേ? അവരെന്ന് പറഞ്ഞാൽ ഭാവാഭിനയല്ല കംപ്ലീറ്റ്. എന്തൊരു ഭാവാഭിനയാ. പക്ഷെ കാണാൻ പറ്റില്ല. അപ്പൊ കാണാൻ പറ്റില്ല. കാര്യം പർദ്ദയ്ക്കുള്ളിൽ കിടന്നല്ലേ ഭാവാഭിനയം കാണിക്കുന്നത്. പിന്നെ ഇടയ്ക്ക് പർദ്ദ ഇങ്ങനെ കിടന്ന് അടിക്കും. പർദ്ദ ഇങ്ങനെ ഇതുവഴിയൊക്കെ ഇങ്ങനെ കിടന്ന് അടിക്കുമ്പോൾ ഓർത്തോണം അകത്ത് അസല് ഭാവാഭിനയം നടക്കുക എന്നുള്ള കാര്യം ഓർത്തോണം. അവരെ കുറിച്ച് പറയണേ. ഭയങ്കര വലിയ നടികളല്ലേ. പറഞ്ഞേ അതിനർത്ഥം ഇപ്പൊ പറഞ്ഞ് പുറത്ത് പറഞ്ഞു. അത് വേറെ അർത്ഥം അവിടെ. അത് ഞാൻ പിന്നെ പറഞ്ഞു തരാം. പിന്നെ ഉദാഹരണത്തിന് ആ ബിൽഡിംഗ് ഉണ്ടല്ലോ. ആ ബിൽഡിംഗ് പണിയാൻ എത്ര നാളെടുക്കും? അതല്ല ഇവിടെ ഈ ബിൽഡിംഗ് പണിയാൻ 7 മാസം. 2 മാസം. ഗൾഫിലാണെങ്കിൽ ഒരൊറ്റ മാസം മതി. അവിടെ എല്ലാം പകുതി സമയം പോരെ എന്റെ പൊന്നു ബഷീറെ. നമ്മുടെ ഇപ്പൊ നാട്ടില് നമ്മുടെ ഈ നാട്ടില് ഒരു പെൺകുട്ടി പ്രസവിക്കണമെങ്കിൽ എത്ര സമയം എടുക്കും? എത്ര മാസം എടുക്കും? പ്രസവിക്കാൻ എത്ര സമയം എടുക്കും? പ്രസംഗിക്കാനല്ല, പ്രസവിക്കാൻ എത്ര സമയം എടുക്കും? പ്രസവിക്കും. പക്ഷെ ഗൾഫിൽ എത്ര? 5 മാസം മതി. വെറും 5 മാസം. 5 മാസം മാത്രം മതി അവിടെ ഗൾഫിൽ പെണ്ണുങ്ങൾ പ്രസവിക്കാൻ. പിന്നെ നമ്മുടെ അപ്പുറത്തെ ആ ജോസഫ് ചേട്ടന്റെ മോള് സൂസി ഇല്ലേ? സൂസി ഗൾഫിൽ നേഴ്സല്ലേ? പിന്നെ കല്യാണം കഴിഞ്ഞ് 5-ാം മാസം അവള് പ്രസവിച്ചു. നല്ല അറബി പോലെ തക്കളും ഉണ്ടെന്ന് നല്ല അറബി സംസാരിക്കുന്നില്ല. പിന്നെ മെഡിക്കൽ പെങ്കച്ചല്ലേ? നമ്മുടെ നാട്ടിൽ കട്ടില് കുമാച്ചാച്ച. അവിടെ അറബി പറയുന്നത് കുമാച്ചാത്ത. കുമ്മച്ചാത്ത അല്ല കുമാച്ചാത്ത. അവിടെ ഉണ്ടല്ലോ ഈ വെട്ടിനകത്ത് ഇവിടെ 4 കാലാണ്. അവിടെ 4 വലിയ വ്യത്യാസമൊന്നുമില്ല. ഇവിടെയും 4 കാലം അവിടെയും 4 കാലം. എത്ര കട്ടിലാന്ന് വെച്ചാ അവിടെ 2 കട്ടിലിനാണ് 4 കാല്. ഒരു കട്ടിലിന് 2 കാലൊക്കെ ധാരാളമാണ് അവിടെ. അത് നിനക്ക് ഇപ്പൊ എത്ര കാലുണ്ട്? ഒരു കാലം പോക്കിയ ഒരു കുഴപ്പമുണ്ടോ? മറ്റേ കാലത്ത് പോക്കിയ ഇതാണ് പ്രശ്നം. അവിടെ ഒന്നും പ്രശ്നമല്ല. അത് അറബി പഠിച്ചായിരുന്നെ കുറച്ച് പിന്നല്ലാതെ കംപ്ലീറ്റ് അറബി. വേറെ കാര്യം ചോദിക്കട്ടെ. മറ്റേ ഈ ഗൾഫിൽ വലിയൊരു സംഭവം ഉണ്ട്. മറ്റേ എന്ത്
ഈ മറ്റേ ഇതില്ലേ ഏത് സംശയങ്ങൾ ചോദിച്ചോളൂ, എന്ത് സംശയങ്ങൾ ചോദിച്ചോളൂ. കട്ടൊക്കെ വിട്ടു കട്ട വിട്ടോ? എന്താ കട്ട കൈ വിട്ടു കൈ വെട്ടുമോ? മോഷണ കെട്ടുന്നതിന് കൈ വെട്ടുമോ? വെറുതെ പറയുന്നതല്ലേ ഇതൊക്കെ, വെറുതെ അറിയില്ലാത്തവർ പറയുന്ന പരത്തുന്ന കാര്യങ്ങളല്ലേ. പിന്നെ ഞാൻ പത്രത്തിൽ വായിച്ചല്ലോ, നീ ഇവിടെയുള്ള കട്ട കൈ വിട്ടു പറയാ, പത്രത്തിൽ വായിച്ചല്ലേ. ഇതൊക്കെ വെറുതെ ഓരോരുത്തർ നുണ പറയുന്നല്ലേ. എന്റെ ഒരു സുഹൃത്ത് കഴിഞ്ഞ ആഴ്ച മോഷണ കുറ്റത്തിന് പിടിച്ചു. അവന്റെ കയ്യിലൊന്നും തൊടാൻ പോലും പറ്റിയില്ല പോലീസുകാർ. അതിന് മുമ്പ് ഒരു മോഷണ കുറ്റത്തിന് പിടിച്ചിട്ട് അവന്റെ കൈയും കാലും എല്ലാം വെട്ടിക്കളഞ്ഞാൽ ഏത് കയ്യിൽ തൊടാൻ? അല്ല, കൈ വെട്ടി കളഞ്ഞു അറബിയിൽ പറഞ്ഞു. ഞാൻ ഒരു കാര്യം ചോദിക്കാം, നീ ഇത്ര പെട്ടെന്ന് 6 മാസമല്ലേ പോട്ടെ? ഈ 6 മാസമായിട്ട് നിനക്ക് വരാനായിട്ട് എന്നോടാ സൗകര്യം, എന്നെ പെട്ടെന്ന് പോരാൻ കാര്യം എന്ന് പറഞ്ഞാൽ ഷുഗർ കംപ്ലൈന്റ്. ആ, അത് ഭയങ്കര കംപ്ലൈന്റ് അല്ലേ, വാപ്പാക്കും ഉമ്മാക്കും പിള്ളേർക്കും. അല്ല, മറ്റേ അസുഖമല്ല, മറ്റേ ഷുഗർ ഇല്ല. നമ്മുടെ അറബിയുടെ ഗോഡൌണിൽ നിന്ന് 2 ചാക്ക് ഷുഗർ പഞ്ചസാര അടിച്ചു മാറ്റി ഞാൻ വിറ്റ് ഭയങ്കര കംപ്ലൈന്റ് ആയി. നമ്മുടെ കംപ്ലൈന്റ് ഫാസ്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണല്ലോ ഗൾഫ്, അതുകൊണ്ട് ഞാൻ പറഞ്ഞതാ. പിന്നെ നമ്മുടെ ആ ബിൽഡിംഗ് ഉണ്ടല്ലോ, പുതിയ ബിൽഡിംഗ്, ഇപ്പൊ നല്ല പെയിന്റ് ഒക്കെ അടിച്ചു വെച്ചിരിക്കുന്ന ആ ബിൽഡിംഗ് പണിയാൻ നമ്മുടെ ഇവിടെ ഒരു എത്ര സമയം എടുക്കും? അത് പണിയാൻ സമയം എത്ര എടുത്തു അല്ലേ? അത് പണിയാൻ സമയം എത്ര എടുത്തെന്ന് അറിയോ? നമ്മളിപ്പോ ഇത്രയും നേരം സംസാരിച്ചു നിന്നില്ലേ, ഈ സംസാരിച്ച് നിന്ന് നേരം കൊണ്ട് അറക്കല്ല് കൂട്ടാ ബിൽഡിംഗ് എത്രയും പണിന്ന് വെച്ചാ ഗൾഫ് ഗേറ്റ് കോമഡി തമ്പോല. ഹർത്താൽ മലയാളിയുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമായി മാറിയിരിക്കുകയാണ്. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഹർത്താലിന്റെ തലേ ദിവസം ബിവറേജിന്റെ മുന്നിൽ കാണുന്ന നീണ്ട ക്യൂ. ആഘോഷമായി മാറിയ ഹർത്താൽ രാത്രി നൈറ്റ് ഡ്യൂട്ടിക്ക് ഇറങ്ങിയതാണ് ഈ പാവം പോലീസുകാരൻ. ഓ എന്റെ ദൈവമേ, ഇന്ന് നല്ലൊരു ഹർത്താലായിട്ട് വീട്ടിലിരിക്കാണല്ലോ. ഇനി അപ്പോഴത്തേനും ഒടുക്കത്തെ ഒരു ഡ്യൂട്ടി. ജാതി മതഭേദമന്യേ ഇന്ന് എല്ലാരും 2 എണ്ണമൊക്കെ വിട്ട് അടിച്ചു പൊളിച്ചിരിക്കും. അപ്പോഴത്തേനും ഒരു ഒടുക്കത്തെ ഡ്യൂട്ടി. ആരെങ്കിലും കിട്ടിയായിരുന്നു ഒന്ന് വർത്താനം പറഞ്ഞിരിക്കാറ്, നേരവും പോണില്ല. ഷോ, എന്ത് ചെയ്യൂന്ന് ആലോചിക്കണം. ഈ പോലീസ് എന്നൊക്കെ പറയുന്നത് വെറുതെ കണ്ടാ ഒരു കാര്യമില്ല, ചുമ്മാ മനുഷ്യനെ പേടിപ്പിക്കാൻ വേണ്ടി ഇറങ്ങിയേക്കുവാ. ഇതെന്താ ആരും ഒരു പൂച്ചക്കുഞ്ഞിനെ പോലും കാണുന്നില്ല ഇവിടെ. 50 രൂപയെങ്കിലും കിട്ടുമായിരിക്കും. ചേടാ, ഓടിക്കളഞ്ഞേക്കണവൻ. പക്ഷെ ഇനിയിപ്പോ ആരും ഒരു കമ്പനിക്ക് കിട്ടൂന്ന് ഓർത്തിട്ടാണ്. എന്ന് നിന്നെ എടാ പരമു, നീയാർന്നാ ഇടിക്കുമ്പോ ആളെന്തരം നോക്കി വേണം ഇടിക്കാൻ കേട്ടോ. എന്റെ പരമു എന്താന്നറിയാൻ പാടില്ല, ഈ തൊപ്പി തലയിൽ വെച്ച ഇടിച്ച് ഞാൻ പൊളിച്ചളയും. ആരാന്ന് ഞാൻ നോക്കൂല. സാർ ഒരു കാര്യം, ഈ തൊപ്പി എടുത്ത് ആദ്യം കൈപ്പിടി, ബാക്കിയുള്ളവർ ഇടിച്ച് നശിപ്പിക്കും. പരമു, പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? ഓ, പഴയ പോലുള്ള കളക്ഷൻസ് ഒന്നും ഇല്ലെന്ന്. വെറുതെ ഈയിടെയായിട്ട് നീ എനിക്കൊന്നും കൊണ്ട് തരുന്നില്ല. അല്ല, നീ ഇടയ്ക്ക് ഈ ടൗണിലെ മൊബൈൽ കടയിൽ 2 പ്രാവശ്യം കയറിയിട്ട്? അതൊരു ചെറിയ മൊബൈൽ എടുക്കാൻ വേണ്ടി കയറിയില്ല. ചെറിയ മൊബൈൽ എടുക്കാൻ എന്തിനാണ് 2 പ്രാവശ്യം? പിന്നെ ചാർജർ പിന്നെ സാറ് കൊണ്ട് തരും. ശരിയാ. തൽക്കാലം നീ എന്റെ കൂടെ നിൽക്കും. ഹർത്താലല്ലേ, നമുക്ക് വല്ല കൊച്ചു വർത്താനൊക്കെ പറഞ്ഞിരിക്കാം. ആരെങ്കിലും ഒക്കെ വരിയായിരിക്കും. അതേ, എന്റെ കയ്യിലാണേലും ഒന്നുമില്ലാതെ വീട്ടിൽ ചെന്നല്ലേ സർല ചേച്ചി വഴക്ക് പറയും. സർല ചേച്ചി? അതാരാടാ സർല ചേച്ചി? എന്റെ ഭാര്യ. എടാ, ഭാര്യനെ കയറി ആരെങ്കിലും ചേച്ചി എന്ന് വിളിക്കോടാ. പിന്നെ പ്രായത്തിൽ മൂത്തോരെ പിന്നെ ചേച്ചി എന്നല്ല പിന്നെ എന്നതാ വിളിക്കുന്നത്. ഇവന്റെ ഒരു കാര്യം. അയ്യോ, വെക്കല്ലേ. നന്നായി, ചിലപ്പോ തൊപ്പി വെച്ച് നിന്റെ അണ്ടം കലങ്ങി പോയനെ. വാ, നമുക്ക് അങ്ങോട്ട് കിടക്കാം, ആരെങ്കിലും കിട്ടും. വാ. എടാ പരമു, എന്തായാലും നിനക്കിന്നൊന്നും കിട്ടിയില്ല എന്നോർത്ത് നീ പേടിക്കണ്ട. ഇന്ന് ഹർത്താലാണല്ല, ആരെങ്കിലും നമ്മുടെ ഇടയിൽ വന്ന് പെടാതിരിക്കില്ല. എന്തായാലും കിട്ടിയ അതിന്റെ പകുതി ഞാൻ നിനക്ക് തന്നേക്കാം. ഉറപ്പാണ്. പക്ഷെ നേരം എടുത്തിട്ട് നീ പോകാവുള്ള എന്റെ കൂടെ നിന്നോളാം. അല്ല, തരുവോ? ഷെയർ തരാ. ഒരർത്ഥത്തിൽ സാറും ഞാനൊക്കെ ഒരേപോലെ അല്ലേ? അതെന്താടാ? സാറ് യൂണിഫോം ഇട്ട കള്ളൻ, ഞാൻ യൂണിഫോം ഇടാത്ത കള്ളൻ. ഒരേ തൂവൽ പക്ഷികൾ. നിന്റെ കള്ളക്കടക്കണ്ണി ലജ്ജാവതിയെ കള്ളക്കടക്കണ്ണി. ലജ്ജാവതി പാടാ നീരാ. പിന്നെ ജാസി ഗിഫ്റ്റോ? ഞാൻ വെറുതെ പാട്ട് പാടിക്കൊണ്ട് ഇടിച്ചു നിന്നെ ഞാൻ. സൈക്കിളിന് ബെല്ലോടാ, നിന്റെ സൈക്കിളിന്.
എന്റെ പൊന്ന് സാറേ ബ്രേക്ക് ഇല്ലാത്ത സൈക്കിൾ എങ്ങനെ ബെല്ലുണ്ടാവുക? ബ്രേക്ക് ഇല്ലെന്നവന്. അപ്പൊ നിന്റെ സൈക്കിളിന് ബ്രേക്കും ഇല്ലേ? ഈ സാറിനൊന്നും അറിയാൻ മേലാത്ത പോലെ ലൈറ്റ് ഇല്ലാത്ത സൈക്കിളിന് എങ്ങനെയാ ബ്രേക്ക് ഉണ്ടാവുക? എടാ അപ്പൊ നിന്റെ സൈക്കിളിന് എടാ ലൈറ്റ് ഇല്ല, ബെല്ലില്ല, ബ്രേക്ക് ഇല്ല, ഒന്നുമില്ലേ? എന്റെ പൊന്ന് സാറേ സ്റ്റാൻഡ് ഇല്ലാത്ത സൈക്കിളിന് എന്തിനാ ഈ മാതിരി സാധനങ്ങളൊക്കെ? ഇതിന്റെയൊക്കെ ആവശ്യം എന്താ? അത് ശരി, അപ്പൊ നിന്റെ സൈക്കിളിന് സ്റ്റാൻഡും ഇല്ല, ബെല്ലും ഇല്ല, ബ്രേക്കും ഇല്ല, ലൈറ്റും ഇല്ല അല്ലടാ? എന്റെ പൊന്ന് സാറേ കട്ടോണ്ട് വരുന്ന സൈക്കിളിന് ഈ സാധനങ്ങളെ കൊണ്ട് നോക്കാൻ പറ്റുമോ നമുക്ക്? എടാ അവൻ കട്ടോണ്ട് വന്ന സൈക്കിൾ, കട്ടോണ്ട് വന്ന സൈക്കിളാ. നിന്നെ ഞാൻ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. ജയിലിൽ ചാടി വരുന്ന എന്നെ ഇനി എന്നോ അറസ്റ്റ് ചെയ്യാൻ ഒന്ന് പോ സാറേ അവിടുന്ന്. എടാ അവൻ ജയിലേടി വന്നാണല്ലേ? നിന്നെ എടുത്തോളാണ് ഞാൻ. ഇനി എപ്പോ എടുക്കാൻ അവനെ? അവനോടൊക്കെ ദൈവം ചോദിച്ചോളൂ. ഇങ്ങോട്ട് മറിക്കണം. എന്താണ് നിന്റെ പേര്? എസ് ഐ കുട്ടമ്പിള്ള. ഓ നിങ്ങളോടല്ല, ഞാൻ അവനോടാ ചോദിച്ചു. അവനോട് ഞാൻ ചോദിച്ചോളാം. അതിനുള്ള പ്രായവും കാര്യങ്ങളൊക്കെ ഇരിക്കണ്ടോ കേട്ടോ? താൻ കയറി ചോദിക്കൊന്നും വേണ്ട കേട്ടോ. ഇങ്ങോട്ട് മാറിക്കടാ, ഇങ്ങോട്ട് മാറാം. എന്താണത്? ഇത് കുറച്ച് ബോംബാണ് സാർ. നാളെ ഹർത്താലല്ലേ, നാട്ടുകാർക്ക് അടിച്ചു വിളിക്കാൻ വേണ്ടി കുറച്ച് ബോംബാ. എടാ ബോംബ് ആരെങ്കിലും പ്ലാസ്റ്റിക് കവറിൽ കൊണ്ടു നടക്കോടാ? കൊണ്ടു നടക്കോടാ ആരെങ്കിലും പ്ലാസ്റ്റിക് കവറിൽ ബോംബ്? സഞ്ചി കിട്ടിയില്ല സാർ. സഞ്ചി കിട്ടിയില്ല? തോപ്പി വെച്ച ഞാൻ ആരാന്ന് നിനക്ക് അറിയാമോടാ? ഈ തോപ്പി തലേ കയറിയ നിന്നെ ഞാൻ അയ്യോ അയ്യോ പ്ലാസ്റ്റിക് കേരളത്തിൽ നിരോധിച്ചേക്കുവാണ്. ആണോ? പ്ലാസ്റ്റിക്കിന്റെ ഒരു അംശം ഇവിടെ കണ്ടുപോകരുത്. ബോംബായാലും കൂമ്പായാലും എന്തായാലും ചാക്കി കെട്ടിക്കൊണ്ട് നടന്നോളാം കേട്ടോ. എന്റെ സ്റ്റേഷൻ പരിധിയിൽ പ്ലാസ്റ്റിക് കണ്ട നിന്റെ അണ്ടൻ ഞങ്ങൾക്ക് ഞാൻ കേറിപ്പോടാ, വിട്ടുപോടാ. തൊപ്പി വെക്കണ എന്നോടാ അവന്റെ കളി അല്ല പിന്നെ. എടാ പരമു, നിന്നെക്കാട്ടി ഇപ്പൊ ഒറിജിനൽ പോലീസായിട്ട് തോന്നൂലടാ. എന്നെക്കാളും ചൈലാട്ടാ. സത്യത്തിലുണ്ടല്ലോ സാറ് കള്ളനും ഞാൻ പോലീസും ആകേണ്ടതാ. പോടാ അവിടുന്ന്. പക്ഷെ നിനക്ക് എന്തിന്റെ ഒരു കുറവുണ്ട്. കുഴപ്പമൊന്നും നീ ഇത് പിടിച്ചേ. ഇതിന്റെ കുറവല്ലടാ, ശരിക്കും എന്തിന്റെ ഒരു കുറവുണ്ട്. എന്തോ ഒരു സാധനത്തിന്റെ കുറവ്. തൊപ്പി ഇങ്ങോട്ട് തന്നെ. തൊപ്പിയുടെ കുറവാണ്. ഐശ്വര്യമായിട്ട് ഈ തലയിലോട്ട് വെച്ച് ഇന്നാ എന്റെ പൊന്നോ. കൊള്ളാം. അയ്യോ അമ്മേ, അമ്മേ, അയ്യോ അമ്മേ, എന്തിനാ പരമോ നീ എന്നെ ഇങ്ങനെ ഇടിച്ചത്? എന്താന്നറിയാൻ മേല, ഈ തൊപ്പി വെച്ച് കഴിഞ്ഞാൽ ഞാനും ഇങ്ങനെ. ഗൾഫ് ഗേറ്റ് കോമഡി തമ്പോല. ഒറ്റയ്ക്കല്ലേ? അപ്പോ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മളെല്ലാവരും കൂടി ഇന്നിവിടെ കൂടിയിരിക്കാനുള്ള കാരണം എന്താണ്? അതായത് നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി ഇന്നിവിടെ ആശുപത്രി സന്ദർശിക്കാൻ വരുന്നുണ്ട്. അപ്പൊ എന്താ നമ്മൾ വേണ്ടത്? നമ്മളൊക്കെ വളരെ മാന്യമായി പെരുമാറണം. ഇന്ന് ഏറ്റവും മാന്യമായി പെരുമാറുന്ന, ഏറ്റവും ഡീസൻ്റായി പെരുമാറുന്ന ഒരു ഭ്രാന്തന് നമ്മളൊരു പ്രത്യേക സമ്മാനം കൊടുക്കുന്നതാണ്. ഡോക്ടറെ നമ്മുടെ അന്തപ്പം കിണറ്റി വീണ്. എങ്ങനെ? അന്തപ്പം കിണറ്റി വീണ്. പ്രിയമുള്ള സുഹൃത്തുക്കളെ, നമ്മുടെ ഈ നിൽക്കുന്ന വേണു നമ്മൾ അന്തപ്പനെ രക്ഷിച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പ്രഖ്യാപിച്ച സമ്മാനം മറ്റാർക്കുമല്ല, ഈ നിൽക്കുന്ന വേണുവിന് നമ്മൾ കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. എല്ലാവരും കഴിട്ടെ. വേണു, നമ്മുടെ അന്തപ്പൻ എവിടെയെന്ന്? അന്തപ്പം കെറ്റിന് വേണ്ടി ഫുള്ളായിട്ട് നനഞ്ഞു പോയില്ലേ, അതുകൊണ്ട് അന്തപ്പൻ ഉണങ്ങാൻ വേണ്ടി കഴുത്തിന് വേണ്ടി കയറും കുരിക്കും മരത്തിന് വേണ്ടി നമസ്കാരം. ഞാൻ നിങ്ങളെ കാണാൻ വന്ന മന്ത്രിയാണ്. എങ്ങനെ ഞാൻ നിങ്ങളെ കാണാൻ വന്ന മന്ത്രിയാണെന്ന്. 2 കൊല്ലം മുമ്പ് ഇത് പറഞ്ഞതിനാ എന്നെ ഇവര് പിടിച്ച് അകത്താക്കിയത്.
നിങ്ങൾക്ക് വേണ്ടി ഞാനൊരു മാജിക് കാണിക്കാൻ പോവുകയാണ്. എന്റെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടോ? 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 ഇല്ല. ഓം ഗ്രീം. കണ്ണടക്കടാ എല്ലാരും. ഓം ഗ്രീം ഗ്രീം ബ്രാം ഗ്രീം ബ്രൂം. എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. ഇതാണ് എന്റെ മാജിക്. ഇനി വേറൊരു മാജിക്. എന്റെ കയ്യിൽ ഒരു സാധനം ഒളിച്ചിരിപ്പുണ്ട്. എന്താണെന്ന് പറയാമോ? ബലൂൺ. അല്ല. എന്താ? അല്ല. ഞാൻ പറയാം. പറയട്ടെ. ആന. ഞാനില്ല. ഇവൻ ഒളിഞ്ഞു നോക്കി. നമസ്കാരം. എന്താ പരിപാടി? കത്തെഴുതിയാണ്. ആർക്ക്? എനിക്ക് തന്നെ. എന്താ മാറ്റർ? മാറ്ററോ? അതെങ്ങനെ എനിക്കറിയാം? നാളെ കത്ത് കിട്ടിയിട്ടാകുമ്പല്ലേ മാറ്റർ പറയാൻ പറ്റൂ. എടാ നീ എന്തിനാ കൈയടിക്കണേ? ആന വരാതിരിക്കാൻ. അതിനിവിടെ ആന വന്നില്ലല്ലോ. ഞാൻ കൈയടിക്കുന്ന കൊണ്ടാ ആന വരാത്തത്. അതെ, ഞാൻ വന്നപ്പോ തൊട്ട് ശ്രദ്ധിക്കുന്നതാണ് ഞാൻ. ഇയാൾ ഈ ചുമരും നോക്കി നിൽക്കുക. ഒന്ന് ചോദിച്ചു നോക്കാല്ലേ? നമുക്ക് ചോദിച്ചു നോക്കാം. അതെ, ഞാനിവിടെ വന്നപ്പോ തൊട്ട് നിങ്ങളെ ശ്രദ്ധിക്കാം. നിങ്ങൾ ഈ ചുമരും നോക്കി ഇങ്ങനെ നിൽക്കുക. നമ്മളെ നോക്കിയിട്ടൊന്നും കാണുന്നു. അല്ല, എന്താ സംഭവം? നിങ്ങളിപ്പോ വന്നേ? ഞാൻ വന്നിട്ട് ഒരു മണിക്കൂർ. കഴിഞ്ഞ 2 കൊല്ലം ഞാനിവിടെ നോക്കിയിരിക്കാൻ തുടങ്ങിയിട്ട് ഞാൻ ഇതുവരെ ഒന്നും കണ്ടില്ല. പിന്നെ 1 മണിക്കൂർ മുമ്പേ വന്ന് നിങ്ങൾ നോക്കിയിട്ട് കാണാൻ ഓരേ. അതെ, ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്നും വിഷമിക്കട്ടെ, എല്ലാം പറഞ്ഞു. ഓക്കെ, ഒരു പ്രശ്നമില്ല. സാർ ഒരു അപേക്ഷയുണ്ട് സാർ. അപേക്ഷയോ? എന്തപേക്ഷ? എനിക്ക് ഭ്രാന്തിന്റെ ഒന്നായിട്ട് ഇവിടെ കൊണ്ടുവന്നാണ് സാർ. എല്ലാം മാറി സാർ. 5-6 മാസമായി. ഇവർ ഇതുവരെ എന്റെ അടുത്ത് വിട്ടയച്ചില്ല സാർ. ഒന്നെന്നെ രക്ഷിക്കണം. എന്താ ഡോക്ടർ, എന്താ ഇത്? തനിക്ക് എന്താ എക്സ്ക്യൂസ് പറയാനുള്ളത്? തനിക്കൊക്കെ എന്താ ശമ്പളം തരണേ? വേണ്ട, നോ എക്സ്ക്യൂസ്. വേണ്ട. ഒന്ന് എന്നെ രക്ഷിക്കണം. ഒന്നും പേടിക്കണ്ട, ഞാൻ തിരുവനന്തപുരത്ത് പോകും. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ആദ്യം നിങ്ങളുടെ കാര്യം, അത് കഴിഞ്ഞാൽ മറ്റു കാര്യമുള്ളൂ. അപ്പൊ സന്തോഷമല്ലേ? മറക്കരുത്, അത് മതി. വേണ്ട പറഞ്ഞല്ലോ, ഓർമ്മയുണ്ടല്ലോ. പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ. തിരുവനന്തപുരത്ത് എത്തി ഉടനെ എന്നെ റിലീസാക്കാനുള്ള ഓർഡർ ആക്കണോ? ഭ്രാന്തനല്ല ഞാൻ. മിണ്ടാതിരണ വൃത്തിയായിട്ടവനെ. 9 കൊല്ലമായി ഞാൻ ഈ ആസ്പത്രി തുടങ്ങിയിട്ട്. ആ 9 കൊല്ലവും നീ എന്നെ പമ്പരം കറക്കിയില്ലേ? നിന്റെ മേട് കൊണ്ട് ഞാൻ പൊറുതിമുട്ടി. ആശുപത്രി കൂട്ടിടേണ്ട സ്റ്റേജിലെത്തി ഞാൻ. ഭ്രാന്തനാണ് ഞാൻ, മുഴുവട്ടനാണ് ഞാൻ, എന്നൊറ്റ ഭ്രാന്തൻ. അവനോട്ട് ചെയ്യാൻ ക്യൂവിൽ നിൽക്കും ജനത്തിനല്ലേ ഭ്രാന്ത്. ചെറിനായി തല്ലുകൂടും പാർട്ടിക്കാർക്ക് ഭ്രാന്ത്. ഇയാൾക്ക് നല്ല വിവരമുണ്ടല്ലേ.
ജാതി ചൊല്ലി നാട്ടിൽ കൂട്ടക്കുരുതിയാണടാ, അത് ചെയ്തു കൂട്ടും ആളുകൾക്ക് മൂത്ത ഭ്രാന്തടാ. പണത്തിനുള്ള ആർത്തിയാൽ ചിലർക്ക് ഭ്രാന്തടാ, കള്ളു തുള്ളി മോന്തിയാൽ പലർക്കും ഭ്രാന്തടാ. നാട് മൊത്തം നോക്കിയാല് ഓരോ ജാതി ഭ്രാന്തന്മാര്. പണ്ടൊരു മഹാൻ ചൊന്ന പോലെ കേരളമോ തനി ഭ്രാന്താലയം. ചങ്ങലക്കിടല്ലേ പൊന്നെ എന്നെ സെല്ലിലിട്ടടക്കിടല്ലേ, ചങ്ങലക്കിടല്ലേ പൊന്നെ എന്നെ സെല്ലിലിട്ടടക്കിടല്ലേ. ഭ്രാന്തനല്ല ഞാൻ, പട്ടനല്ല ഞാൻ, തലയ്ക്ക് നല്ല ബോധമുള്ള മനുഷ്യനാണ് ഞാൻ. മരുന്ന് വേണ്ടടോ, ഈ ഗുളിക വേണ്ടടോ, വെറുതെ ഇരുന്ന് എന്റെ തലയ്ക്ക് ഷോക്ക് തരല്ലടോ. മരുന്ന് വേണ്ടടോ, ഈ ഗുളിക വേണ്ടടോ, വെറുതെ ഇരുന്ന് എന്റെ തലയ്ക്ക് ഷോക്ക് തരല്ലടോ. മരുന്ന് വേണ്ടടോ, ഈ ഗുളിക വേണ്ടടോ, വെറുതെ ഇരുന്ന് എന്റെ തലയ്ക്ക് ഷോക്ക് തരല്ലടോ. ഓക്കെ, ഗുഡ് നൈറ്റ്. ഗൾഫ് ഗേറ്റ് കോമഡി തമ്പോല. നീ എന്നതാ കാണിക്കുന്നത്? കോമളവില് നിനക്ക് നേരെ ചൊവ്വരുത് പിടിച്ചാനെന്ത് ചെയ്ത്? പിന്നെ നിന്റെ സ്വന്തം അപ്പനിട്ട പേര് നീ ഇങ്ങനെ തള്ളി പറയരുത് കേട്ടോ. ഓ എന്ത് കഷ്ടം. നീ പിടിച്ച വാദം പിടിക്കാ, പിടിച്ചേ പറഞ്ഞ പോലെ നാളെയാണല്ലോ വർഗീസിന്റെ കല്യാണം. എന്നാ അവന്റെ സമ്മാനമായിട്ട് കല്യാണത്തിന് മൊബൈൽ ഫോൺ മേടിച്ചു കൊടുക്കുക അല്ലേ? നിങ്ങളല്ലേ പറഞ്ഞ വർഗീസ് ആള് ശരിയല്ല, അവനിട്ട് ഒരു പണി കൊടുക്കണം. കൂട്ടുകാരന്റെ കല്യാണത്തിന് മൊബൈൽ ഫോണേ. എടി ഞാൻ അവന് മൊബൈൽ ഫോൺ മേടിച്ചു കൊടുത്താൽ അവൻ എങ്ങനെങ്കിലും അതിനൊരു കണക്ഷൻ എടുക്കും. അങ്ങനെ വരുമ്പോ അവൻ ബില്ലടച്ച് കുത്തുപാള എടുക്കും. എനിക്കതങ്ങ് പോയില്ല. ദൈവമേ, നിങ്ങളുടെ ഒടുക്കത്ത ബുദ്ധിയാ. നിങ്ങൾ ആരുടെയൊക്കെയോ എടി വാച പിടിക്കാ, പിടിച്ചേ ശരിക്കും പിടിച്ചോണം കേട്ടോ. കഥ മുട്ടിക്കല്ലേ, കഥയുടെ പേര് പോയി പിന്നെ അത് ഞാൻ അടയ്ക്കണം. പയ്യെ ഞാൻ ഇവിടെ ഉള്ളപ്പോ എന്നെ കൂടെ ഒന്ന് വിളിക്കാൻ പാടില്ല, ഞാൻ സഹായിക്കത്തില്ല. ദൈവമേ, മുതലാളി എത്ര കിലോ ഉണ്ട്? 90 കിലോ. കൊച്ചമ്മ എത്ര കിലോ ഉണ്ട്? 90, 50, 145. ഞാൻ 75 കിലോ. 145, 75, 230 കിലോ. ഈ കട്ടിൽ എത്ര കിലോ ഉണ്ട്? 25 കിലോ. 240 കിലോയുള്ള നമ്മൾ നിസ്സാരമായി 25 കിലോ ഉള്ള കട്ടില് പുറത്തോട്ടാക്കാൻ നോക്കിയിട്ട് സാധിച്ചില്ലെന്ന് പറഞ്ഞ ഭയങ്കര കട്ടൻ തന്നെയാണ്. നീ എങ്ങോട്ട് ഇറക്കാൻ നോക്കി? ഞങ്ങൾ ഇത്ര നേരം ഈ കട്ടിൽ അകത്തോട്ട് എടുക്കാനാണ് നോക്കിയത്. ഗൾഫ് ഗേറ്റ് കോമഡി തമ്പോല. അല്ല പിന്നെ എന്നോടാ കളി. രാത്രി ഇത്ര ലേറ്റ് ആവും ഞാൻ വിചാരിച്ചിട്ടില്ല. എന്തൊരു കഥയായി. ഒരാളെയും കാണുന്നില്ല. പേടിച്ചു പോയല്ലേ? പിന്നെ പേടിച്ചു പോയിട്ട് രാത്രി വന്നിട്ട് ഇങ്ങനെ ആരായാലും പേടിച്ചു പോകും. അർദ്ധരാത്രി സമയമൊക്കെ അല്ലേ? അപരിചിതരായ ഒരാളെ ഇതുപോലൊരു വഴിയിൽ വെച്ച് കണ്ടാൽ ആരായാലും പേടിച്ചു പോകും. എവിടെ പോകുന്നു? ഞാൻ ഭാര്യ വീട്ടിൽ പോയിട്ട് തിരിച്ചു വരുന്ന ഒരു സെക്കൻഡ് ഷോ കണ്ട് അതാകെ ലേറ്റ് ആയി പോയി. എല്ലാം കൂടി ലേറ്റ് ആയിട്ട് ഒറ്റക്ക് എന്താ ചെയ്യേണ്ടത് തിരിയാണ്ടിരിക്കുമ്പോ ഒരു കുരിശ് കണ്ടത്. ആ കുരിശിന്റെ പോലെ മുട്ടം കൊടുത്തിട്ട് പ്രാർത്ഥിച്ച് കണ്ണു തുറന്ന് നോക്കുമ്പോ കംപ്ലീറ്റ് കുരിശല്ലേ. സെമിത്തേരി. തമാശയായിരിക്കുന്നു, ഒരു തമാശയായിരിക്കുന്നു. ഒരു കഥാപ്രസംഗത്തിന്റെ ആളെ പോലെ ഉണ്ടല്ലോ. എങ്ങനെ മനസ്സിലായി? സൗണ്ട് ഇതെല്ലാം കേൾക്കുമ്പോ അതെ 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 അതെ. ഒന്ന് ചോദിക്കട്ടെ, ഒരു തബലിസ്റ്റ് ആണല്ലേ? തന്നെ മോന്ത കണ്ടാൽ അറിയാം തബലയുടെ പുറത്ത് മഷി വരട്ടിയ പോലെ ഉണ്ട്. ഞാൻ വരുന്നതോ ഞാൻ പോകുന്നതോ അതൊരു വലിയ കഥയാണ് മകനെ. ഒരു വലിയ കഥയാണ്. കഥാപ്രസംഗക്കാരനാണല്ലോ. ഒരു കഥന കഥയാണ്. നമുക്കൊരു കാര്യം ചെയ്യാം, ആ കഥ പറഞ്ഞുകൊണ്ട് നമുക്കങ്ങ് യാത്ര തുടങ്ങാം.
ഒരു സവാരി ഒരുമിച്ച് നമുക്ക് അങ്ങ് തുടരാം. ഒരുമിച്ചോ നമുക്കൊരു സവാരി പോകാം, ഒരുമിച്ചോ നമുക്കൊരു എന്താ ഇത്? അല്ല, സവാരി പോകുന്നതിന്റെ എഫക്ട് തബല കുതിരപ്പുറത്തൊന്നല്ല സവാരി പോണത്, അല്ലല്ലോ. ആ സ്പെഷ്യൽ എഫക്ട് വേണ്ട. നമുക്കങ്ങ് നടക്കാം. എന്നെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ഒരു പുരാതന ആഢ്യ കാർഷിക കുടുംബത്തിലെ അംഗമായിരുന്നു. എനിക്ക് സ്വന്തം എന്ന് പറയാൻ സുന്ദരിയും സുശീലയും കന്യകയുമായി എന്റെ ഭാര്യ മാത്രം. നിങ്ങളെ ഭാഗ്യം. എത്രയാ ഭാര്യമാര്, സുന്ദരിയും സുശീലയും കോമളിയും എന്തല്ല. എടോ, അതൊക്കെ എന്റെ ഭാര്യയുടെ വിശേഷണങ്ങളാണ്. ആകെ മൊത്തം ടോട്ടൽ. എന്റെ ഭാര്യയെ കുറിച്ച് പറയുകയാണെങ്കിൽ കൊച്ചു പെണ്ണാണേലും അവളുടെ മാറത്ത് തൂങ്ങിക്കിടക്കുന്ന കഥാപ്രസംഗമാണല്ലോ. ഹാർമോണിയത്തിൽ വിറ്റിടാൻ വേണ്ടിട്ട് കൊടുത്ത ഭാഗമാണത്. സെക്കൻഡ് പാർട്ടുണ്ട്. കൊച്ചു പെണ്ണാണേലും അവളുടെ മാറത്ത് തൂങ്ങി കൊച്ചു പെണ്ണാണേലും അവളുടെ മാറത്ത് തൂങ്ങിക്കിടക്കുന്ന താലി കണ്ടോ? ആ താലി കണ്ടാൽ അറിയാം അവളൊരു പതിവ്രത രത്നമാണെന്ന്, ഒരു കാശിത്തുമ്പ പൂവാണെന്ന്. അങ്ങനെയുള്ള എന്റെ പ്രിയപ്പെട്ട ഭാര്യയും ഞാൻ ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ പറയില്ല. ചവിട്ടിയാൻ തരും, ഉത്തര വരെ പറഞ്ഞിട്ട് പിന്നെ പറയില്ല. എടോ, നെല്ലടക്കം വെച്ച പറ കാണാനില്ല. ഞാൻ ഉടൻ തന്നെ എന്റെ പ്രിയപത്നിയെ പറ കൊണ്ടുവരുന്നതാ ആ കാണുന്ന പുഞ്ചപ്പാടത്തിനപ്പുറം ഒരു വീടുണ്ട്, അവിടേക്ക് പറഞ്ഞേക്കുന്നു. ആ പുഞ്ചപ്പാടത്ത് ആ പുഞ്ചപ്പാടത്ത് ആ പുഞ്ചപ്പാടത്ത് ആ പുഞ്ചപ്പാടത്ത് ആദ്യത്തെ പുഞ്ചപ്പാടൊക്കെ രണ്ടാമത്തെ പുഞ്ചപ്പാടൊക്കെ മൂന്നാല് പുഞ്ചപ്പാടോ. അത് നേരം വിളിക്കുന്ന ഒരു കഥ പറയാൻ വേണ്ടി ഞങ്ങൾ കാഥികന്മാരിക്കുന്ന ഒരു ശൈലിയാണ്. നിമിഷങ്ങൾ കടന്നുപോയി, കനം തൂങ്ങുന്ന നിമിഷങ്ങൾ, ഭ്രാന്തമായ മൗനങ്ങൾ. അതാ നിമിഷങ്ങൾക്കപ്പുറം അതാ പറയുമായി അവളതാ പുഞ്ചപ്പാടത്തോളം നടന്നു വരികയാണ്. മന്ദം നടന്നു വരികയാണ്. എന്താ ഇത്? എന്റെ സുന്ദരിയായ ഭാര്യ മന്ദം നടന്നു വരുന്ന ശബ്ദമാണ് ഒരു മാക്കാച്ചി തവള വരുന്ന ശബ്ദം പോലെ കേൾപ്പിക്കുന്നത്. പെട്ടെന്ന് അന്തരീക്ഷത്തിലാകെ ഒരു മാറ്റം. മാനത്ത് മിന്നൽ പിടറുകൾ, നക്ഷത്രങ്ങൾ കോറുന്നു. ഒരിടി, ഒരു മിന്നൽ. പറയില്ല. എടോ, പറയില്ല. അവളില്ല, അവരുന്ന ഭൂമി പോലും ഇല്ല, ഒക്കെ ഇടിവീട് പോയി. എന്റെ പ്രിയപത്നിയുടെ ശവം കൂടി ഇരുന്നത് കൂടെ ഞാനിത് പ്രതിജ്ഞ എടുത്തു. എനിക്ക് മരിക്കണം. പ്രിയപ്പെട്ടവളെ, ഞാൻ നിന്റെ കൂടെ പോരുവാ. ഞാൻ നോക്കുമ്പോൾ വീട്ടിൽ കിടക്കുന്ന ഒരു 6 മീറ്റർ നീളമുള്ള കയർ, അതുമായി തൂങ്ങി മരിക്കാൻ തീരുമാനിച്ച് എന്റെ തൊട്ടപ്പുറത്തെ തോമാച്ചന്റെ പറമ്പിലെ വരിക്കപ്ലാവിനെ ലക്ഷ്യമാക്കിയതാ ഞാൻ ഓടുകയാണ്. താനൊരു മണ്ടനാണല്ലോ. വേറൊരു സംഭവം ഉണ്ട്. ഈ തോമാച്ചിന് ഞാൻ ചെറിയൊരു ഉടക്കുണ്ട്, അതിർത്തി പ്രശ്നം. അപ്പൊ അവിടെ തന്നെ തൂങ്ങി മരിക്കുകയാണെങ്കിൽ വല്ല വെള്ളിയാഴ്ച ചൊവ്വാഴ്ച വരുമ്പോ തോമാച്ചൻ രാവിലെ ഒന്ന് മൂത്രം ഒഴിക്കാനൊക്കെ ആയിട്ട് പുറത്തോട്ട് ഇറങ്ങുമ്പോ ഇതാ ഇങ്ങനെ എന്ന് പറഞ്ഞ് പേടിപ്പിക്കാനല്ല. അങ്ങനെ ആ മാവിലേക്ക് ഞാൻ വലിഞ്ഞു കയറി, കഴുത്തിൽ കുരുക്കിട്ട് പ്രിയപ്പെട്ടവളെ, ഇല്ലാത്ത ഈ ഭൂമിയിൽ ഒരു നിമിഷം പോലെ ജീവിച്ചിരിക്കാൻ എനിക്ക് സാധ്യമല്ലെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഞാനതാ എടുത്തു ചാടി. ആകണോ മറ്റേ കയറിന്റെ അറ്റം ഉണ്ടല്ലോ, ഞാൻ മരത്തെ കെട്ടാൻ മറന്നുപോയി. വീണ് നടുകുടിഞ്ഞ് കിറപ്പാണ്. ഒരു മാസം ആശുപത്രിയിൽ നിന്നിറങ്ങി. പക്ഷെ എനിക്ക് മരിക്കണം, മരിച്ചേ മതിയാകൂ. ഞാൻ വീട്ടിൽ വന്ന ഉടൻ തന്നെ ഈ പ്ലഗിലെ വയറുണ്ടല്ലോ, ഇലക്ട്രിസിറ്റി അടിച്ച് മരിക്കാമല്ലോ, അത് ഞാൻ വലിച്ചൂരി എന്റെ വില്ലതിലേക്ക് കുത്തി കയറ്റി. ആ സെക്കൻഡിൽ പോയ കറണ്ട് 15 ദിവസത്തേക്ക് പഞ്ചായത്തിൽ ടോട്ടൽ പവർ കട്ടാണ്. മരിക്കാൻ വിചാരിച്ചാൽ സമ്മതിക്കായിരുന്നു ചെന്ത്. പക്ഷേ മരിക്കണം, മരിച്ചേ മതിയാവൂ. ജീവിതം പകുതി തീർന്നില്ലേ സുഹൃത്തെ. ഞാൻ കടയിൽ പോയി ഒരു ഗ്ലാസ് പാൽ വാങ്ങി, ഒരു കുപ്പി വിഷം വാങ്ങി എന്റെ വീട്ടിലെത്തി. എന്റെ വാതിലും ചെല്ലുമതാ ഞാൻ മലർക്കെ അടച്ചു. എന്താ ഇത്? അതിന്റെ ഒച്ചാണ് കേട്ടത്. എന്റെ വീട്ടിൽ ആകെ ഒരു വാതിൽ, ഒരു ജനലുവേ ഉള്ളൂ. എന്റെ വീട്ടിൽ വാതിലും ജനലും ഇല്ല, സമാധാനം. ആ വിഷം ആ ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് പാലിൽ കലർത്തി അതാ എന്റെ പ്രിയപത്നിയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ആത്മാർത്ഥത്തിന് പര്യായമായി ഭർത്താവായ ഞാൻ അതാ കുടിക്കുകയാണ്. ആ ഗ്ലാസ് നിലത്ത് വീണ് പൊട്ടിച്ചെറിയ ഒച്ചയാണ് ബ്ലും എന്ന് പറഞ്ഞു കേട്ടത്. ഞാൻ നോക്കുമ്പോൾ നിലത്തിങ്ങനെ കുപ്പിച്ചില്ലൊക്കെ പൊട്ടിച്ചെറിയ കിടക്കുകയാണ്.
ആരുടെ കയ്യേലും കാലയിലും കൊണ്ട് കയറിയുള്ള അവസ്ഥ അറിയാമല്ലോ. ഒരു ഉപകാരിയാണ്. അപ്പൊ അതുകൊണ്ട് ഞാനിതെല്ലാം കൊണ്ട് ഒരു വാരിപ്പോത്തി ഒരു കടലാസി വാരി കെട്ടി വീടിനടുത്തൊരു കയ്യാലപ്പത്തുണ്ട്. ആ കയ്യാലപ്പത്തിലെ കൊണ്ട് വെച്ചു. ആ കയ്യാലപ്പത്തിലൊരു മൂർക്കപ്പാപ്പുണ്ടായിരുന്നു. ആ മൂർക്കപ്പാപ്പ് എന്ത് ചെയ്യുന്നറിയാമോ? എന്റെ കയ്യിൽ ആഞ്ഞൊരു കൊത്ത്. മൂർക്കപ്പാമ്പിന്റെ പല്ല് പോയിട്ടുണ്ടാവും. ഇല്ലെന്നേ, കറക്റ്റായിട്ട് മൂർക്കപ്പാമ്പ് കടിച്ച് വിഷം ഇറങ്ങി. അങ്ങനെയാണ് ഞാൻ മരിച്ചിവിടെ എത്തിയത്. അങ്ങനെയാ സംഭവം. എന്നിട്ട് ഈ ഗ്ലാസിന്റെ ഇതെല്ലാം കൊണ്ടിട്ട് കയ്യാലപ്പത്തിൽ വെച്ചിട്ട് മൂർക്കപ്പാമ്പ് ആരോടൊന്നും പറഞ്ഞാലും വിശ്വസിക്കുന്നില്ല. എന്താ ഒരാളെ കണ്ടല്ലോ. പ്രേതം എന്തായാലും മൂത്രമൊഴിക്കില്ല എന്നുള്ള കാര്യം ഉറപ്പാ. ഹലോ, നമസ്തേ. നിങ്ങളെ കിട്ടിയ ഭാഗ്യായി. നന്നായില്ലേ? എന്താ പേടിച്ചിട്ട് ഇങ്ങനെ നിൽക്കുന്നു. എന്താ ഈ അസമയത്ത്? അസമയത്ത് ഒന്നും പറയണ്ട. അങ്ങനെ ഭാര്യന്റെ വീട്ടിൽ പോയിട്ട് അങ്ങനെ നിങ്ങളങ്ങോട്ട് ഇങ്ങോട്ടേക്ക് അങ്ങോട്ട് പോയി. അങ്ങോട്ട് പോണം. ഞാൻ കണ്ടത് നിങ്ങൾക്ക് പറഞ്ഞ നീ പോന്ന് വഴിക്കാ. ഞാൻ കണ്ടതാ നേരിട്ട്. എന്താടോ നീ പറയണേ? ജുബ്ബക്കെട്ടിട്ട് കഥാപ്രസംഗം പറഞ്ഞു. ഞാൻ ആകെ ആദ്യം ആ ജുബ്ബിട്ട് കഥാപ്രസംഗം ചെയ്തേ നമ്മളെ മത്തായിനാണ് നീ കണ്ട്. അയ്യോ, അയാൾ ആളൊരു തമാശക്കാരനാടോ. അയാൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെ പരിപാടികളൊക്കെ ഒപ്പിക്കും. അയാള് നമ്മളെ വളരെ അയൽവാസികളല്ലേ, കൂട്ടുകാരല്ലേ, അറിയുന്ന ആളാണെന്നോ. ഞാൻ തൊട്ടപ്പുറത്ത് അവൻ ഇപ്പുറത്ത്, അങ്ങനെയല്ലേ നമ്മള്. അതായത് പറഞ്ഞാല് ഇവൻ ഇപ്പുറത്തെ കുഴിയില്, ഞാൻ ഇപ്പുറത്തെ കുഴിയില്. അങ്ങനെയാ ജീവിതം. ഗൾഫ് ഗേറ്റ് കോമഡി തമ്പോല. വെള്ളം ഒഴിച്ചിട്ടൊന്നും കാര്യമില്ല, എല്ലാം കരിഞ്ഞു പോയിക്കൊണ്ടിരിക്കുക. മുതലാളി, എന്താ രാജു? ഞാനേ പറ, എന്താ പ്രശ്നം? എന്തെന്ന് പറ. എങ്ങനെ ചോദിക്കുന്നു? എന്റെ പൊന്നു രാജു, നിന്നെ ഒരു വേലക്കാരനെ പോലാണ് ഇവിടെ ആരെങ്കിലും കണ്ടിട്ടുള്ളത്? നിനക്കെന്താ പിന്നെ പറയാനും ചോദിക്കാനൊക്കെ മടിയെന്ന്? നീ പറ, എന്താന്ന് വെച്ചാൽ പറ. അല്ല, ഞാൻ ഇത്രയും നാളായിട്ട് മുതലാളിയോട് നിന്നിട്ട് പറയാനായിട്ടൊരു ഒരു കുഴപ്പമില്ല. നീ പറഞ്ഞു, എന്താ പറഞ്ഞു. ഞാൻ നാളെ മുതൽ ജോലിക്ക് വരില്ല. എന്താ രാജു നീ പറയുന്നത്? നിനക്ക് ഇവിടെ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടോ? നിന്നെ ഇവിടെ ഒരു വേലക്കാരനെ പോലാണ് ഇവിടെ ആരെങ്കിലും കണ്ടിരിക്കുന്നത്. പിന്നെ നീ എന്തിനാ ഇവിടെ പിണങ്ങി പോകുന്ന? പറ. അതെ, ഇത്രയും കാലമൊക്കെ ആയി. 10-12 കൊല്ലമായി. നിനക്ക് ശമ്പളം കൂട്ടി തരണമെങ്കിൽ ഞാൻ ശമ്പളം കൂട്ടി തരാം. അല്ല, അതല്ല. പിന്നെന്താ? എന്നെ മുതലാളി കണ്ടിരിക്കുന്ന ഒരു തൊഴിലാളിനെ പോലെ അല്ല. അല്ല, നിനക്കറിയാലോ. പിന്നെന്താ കുഴപ്പം? എന്താ? സ്വന്തമായിട്ടൊരു ബിസിനസ് തുടങ്ങാനുള്ള പരിപാടിയാണ് രാജു. ഞാൻ പറയാൻ വന്നു. പിന്നെന്താ, എല്ലാവർക്കും അത് ഇപ്പോഴത്തെ ചെറുപ്പക്കാർക്കൊക്കെ തോന്നേണ്ട ഒരു കാര്യമാണ് സ്വന്തമായിട്ടൊരു ബിസിനസ്. എത്ര നാളെന്ന് പറഞ്ഞാൽ വെല്ലോറിനും വീട്ടിൽ വേലക്കാരനൊക്കെ ആയിട്ട് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് കൊള്ളാം. എന്റെ എല്ലാവിധ അനുഗ്രഹ ആശംസകളും നിന്റെ ഒപ്പം ഉണ്ടാവും കേട്ടോ. പൊയ്ക്കോ, തുടങ്ങിക്കോ, നന്നായിട്ട് തുടങ്ങിക്കോ കേട്ടോ. ഞാനൊരു കാര്യം പറയാൻ വന്നെന്ന് പറഞ്ഞാൽ രാജു, നീ ചോദിക്കും. നീ എന്തിനാ എന്റെ മുമ്പിൽ ഇങ്ങനെ ചമ്മന്ന്? നിനക്ക് എന്താ ആവശ്യമുണ്ടോ നീ എന്നോട് ചോദിക്കരുതോ? എനിക്ക് ഇച്ചിരി കാശ് തരാൻ പറ്റും. സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാവുള്ളൂ. അതാണ് ഇത്ര വലിയ സംഭവം. നിനക്ക് എന്റെ കയ്യിലുള്ള എന്ത് വേണമെന്ന് വെച്ചാൽ നിനക്ക് ഞാൻ തരുമല്ലോ. എന്റെ കയ്യിലുള്ള ഇപ്പൊ കാശായിട്ടോ പണമായിട്ട് നിനക്ക് എന്താ വേണ്ടത്? എന്റെ കയ്യിലുള്ള എന്ത് നിനക്ക് തരാൻ ഞാൻ തയ്യാറാ. പിന്നെ കാശ് തരുന്നതിലൊന്നുമല്ല കാര്യം. ബിസിനസ് എന്ന് പറഞ്ഞാൽ ഈ കാശും പണം മാത്രമല്ല, ബുദ്ധിയാണ് ഏറ്റവും വേണ്ടത് കേട്ടോ. അതെ, അതൊക്കെ എനിക്ക് മനസ്സിലായി. പക്ഷെ എനിക്ക് മുതലാളിയുടെ കയ്യിലുള്ളതല്ലേ എനിക്ക് ചോദിക്കാൻ പറ്റുള്ളൂ. അതെ, കോമഡി തമ്പോല. കുളക്കടവിലൂടെ ഓടുന്ന നായിക. ഓക്കെ, വെരി ഗുഡ്. നായികയുടെ പുറകെ നായിക ഇട്ട് ഓടിക്കുന്ന ആന. ഗുഡ്, വെരി ഗുഡ്. കുളത്തിലേക്ക് കാറിക്കൊണ്ട് ചാടുന്ന നായിക, പുറകെ കാറിക്കൊണ്ട് ചാടുന്ന ആന. കാറിക്കൊണ്ട് ചാടുന്ന ആന, ഇതൊക്കെ ആര് എഴുതിയ സ്ക്രിപ്റ്റാണ്? അസിസ്റ്റന്റ്, സ്ക്രിപ്റ്റ് അസിസ്റ്റന്റ്. ഇത് ആരോട് ചവർ സ്ക്രിപ്റ്റ് ഒക്കെ എഴുതി വെച്ചിരിക്കുന്നത്? സാറ് തന്നെ എഴുതിയ സ്ക്രിപ്റ്റാണ്. ഞാൻ തന്നെയായിരുന്നു സ്ക്രിപ്റ്റ് റൈറ്റർ അല്ലേ? വെരി ഗുഡ്, കൊള്ളാം, നന്നായിരിക്കും. നാട്ടിൽ കാര്യം ചെയ്യും. പോയിട്ട് കുളത്തിലേക്ക് കാറിക്കൊണ്ട് ചാടാൻ പറ്റിയ ആനയെ റെഡിയാക്കൂ. ഒരു 3 ആനയെ ഡൂപ്പാക്കി വെച്ചേക്കണം കേട്ടോ. പ്രൊഡ്യൂസറെ നമുക്ക് രക്ഷപ്പെടുത്തിയെടുക്കാം, കുഴപ്പമില്ല. ആരാ? മേക്കപ്പ്. ഓക്കെ, നായകൻ വന്നോ? പിന്നെ എപ്പോഴാ വന്നു? നായിക വന്നിട്ടുണ്ടോ? നമ്മളൊരു 3 സഹനടിമാരെ അറേഞ്ച് ചെയ്ത് വന്നിട്ടുണ്ടോ അവര്? ഇന്നലെ വന്നിരിക്കുക. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. അല്ല സാർ, ആരെയാ ഞാൻ ആദ്യം മേക്കപ്പ് ചെയ്യേണ്ടത്? ആദ്യം എന്നെ മേക്കപ്പ് ചെയ്തു. സാറിന് കണ്ണടയ്ക്കിങ് തരും. ഇവിടെ എന്നെ മേക്കപ്പ് ചെയ്തിട്ട് അവരെ ചെയ്താൽ മതി. ഞാൻ ഈ പ്രാവശ്യമല്ലോ പോസ്റ്റിനകത്ത് ഇങ്ങനെ നിൽക്കുന്നൊരു പടം കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. നന്നായിരിക്കുമല്ലോ. ലിപ്സ്റ്റിക്കിങ് തരും. നോക്കട്ടെ.
നായിക വന്നിട്ടുണ്ടോ? ഓക്കെ, വെരി ഗുഡ്. സാർ എന്ത് കാണിക്കണേ? എനിക്ക് ഗ്ലാമർ കിട്ടിട്ട് മതി ഓൾമാർക്ക് ലിപ്സ്റ്റിക് അവിടെയല്ലേ ഇടേണ്ടത്? പിന്നെ എവിടെ എന്തെങ്കിലും തകതരിമാരെ വന്നിട്ടുണ്ടല്ലോ. എപ്പോഴും വന്നാ പറഞ്ഞു ഇവിടെ കുറച്ച് ചോപ്പിക്കട്ടെ. ഓക്കെ, ഇതാ കൊണ്ടുപോകും കേട്ടോ. ഇല്ല ഇവിടെ ഇത് വേണ്ട, ഇത് ഇത് കൊണ്ടുപോകും. നായികയെ പറഞ്ഞു വിടും കേട്ടോ. മേക്കപ്പ് ചെയ്തിട്ട് ഇവിടെ ഉള്ളൂ, ഞാൻ പേടിച്ച് പോകുന്നിട്ട് താഴെ വീഴും. സാറിനെ അന്വേഷിച്ച് ഞാൻ വീട്ടിൽ പോയി. അന്നേരം ഒരു വിവരം അറിഞ്ഞത് സാർ ഇവിടെ ഉണ്ടെന്നുള്ള വിവരം. പേടിപ്പിച്ച് കളഞ്ഞല്ലോ സാറല്ലേ ഈ സംവിധാനത്തിന്റെ ഒക്കെ ആള്? ഞാനാണ് സാർ ഈ അഭിനയത്തിന്റെ ഒക്കെ ആള്. അഭിനയത്തിന്റെ ഒക്കെ ആള്? ഞാൻ നന്നായിട്ട് അഭിനയിക്കും സാർ. ആര് പറഞ്ഞു? എന്റെ അമ്മ പറഞ്ഞു, പെങ്ങള് പറഞ്ഞു, അമ്മാവൻ പറഞ്ഞു. സാർ ഞാൻ നല്ല ഉഗ്രനായിട്ട് അഭിനയിക്കും സാർ. കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ വീടിനടുത്തൊരു കല്യാണം. എന്റെ സാറെ കല്യാണത്തിന് ഞാനൊരു അഭിനയം അഭിനയിച്ചു. എന്നെ അഭിനയായിരുന്നു അറിയാമോ? പിന്നെ എന്റെ അമ്മാവനൊക്കെ എന്നെ വന്ന് കെട്ടിപ്പിടിച്ചു. എന്നിട്ട് എന്നോട് പറഞ്ഞു നീ ഭയങ്കര അഭിനയാന്ന് പറഞ്ഞു. എന്നിട്ട് എന്റെ അച്ഛൻ പറഞ്ഞു നീ രക്ഷപ്പെടുമെന്ന് പറഞ്ഞു. എല്ലാരും രക്ഷപ്പെടുമെന്ന് പറഞ്ഞു. പിന്നെ കലാപീഠല്ലേ സാറേ, ഇച്ചിരി ശത്രുക്കളൊക്കെ കാണുമല്ലോ, പാരയുള്ളവരുണ്ടല്ലോ. ഞങ്ങളുടെ വീടിന്റെ അടുത്ത് കുറച്ച് പേര് പറഞ്ഞു അച്ഛൻ രക്ഷപ്പെടുമെന്ന് പറഞ്ഞു. അവര് പറഞ്ഞു നീ രക്ഷപ്പെട്ടോ എന്ന് പറഞ്ഞു. എന്റെ കോടാനൊക്കെ എടുത്തിട്ട് പുറകെ ഓടിക്കുകയായിരുന്നു. വളരെ സമ്മതിക്കുകയില്ല. അതുകൊണ്ടാണ്. അപ്പൊ താനിപ്പോ ഇങ്ങോട്ട് വന്നതിന്റെ കാരണം എന്താണ്? സാറിന് പേരുണ്ടാകുന്ന ഒരു കാര്യമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ചീത്തപ്പേരാണോ? നല്ല ഒന്നാം തരം പേര്. സാർ ഇപ്പൊ എല്ലാവരും പുതുമുഖങ്ങളെ നായകന്മാരാക്കി പടം പിടിക്കുകയാണല്ലോ. അങ്ങനെ പുതുമുഖങ്ങളെ നായകന്മാരാക്കി പടം പിടിക്കുമ്പോൾ ആ പടം വിജയിക്കുമ്പോൾ അതിന്റെ ഫുൾ ക്രെഡിറ്റ് ഡയറക്ടർക്കാണല്ലോ. ആണോ? പിന്നെ ഉദാഹരണത്തിന് ഇപ്പോൾ ഞാൻ തന്നെ പറയാം, സായി കുമാറിന്റെ നായകനാക്കി സിദ്ദിഖ് ലാൽ പടം പിടിച്ചു. ഫുൾ ക്രെഡിറ്റ് സിദ്ദിഖ് ലാലിനായിരുന്നല്ലോ. ജയസൂര്യ നായകനാക്കി വിനയം പടം പിടിച്ചു. പേരെടുത്തല്ലോ. മോഹൻലാലിനെ നായകനാക്കി ഫാസിൽ പടം പിടിച്ചു. പേരെടുത്തല്ലോ. ആ ഫാസിൽ എന്നെ മകനെ നായകനാക്കി പടം പിടിച്ചു. ഫാസിൽ കുത്തുവാള എടുത്തു. അതൊക്കെ അങ്ങനെ ഇടയ്ക്ക് സംഭവിക്കുന്നതാണ്. പക്ഷെ സാർ എന്നെ നായകനാക്കി പടം പിടിക്കുകയാണെങ്കിൽ ഞാൻ സൂപ്പർ സ്റ്റാർ ആകും. അതിന്റെ ഫുൾ ക്രെഡിറ്റ് സാറിനാണ്. ഫുൾ ക്രെഡിറ്റ് വേണോ? വേണ്ട. എനിക്കിപ്പോ തൽക്കാലം ആ ക്രെഡിറ്റ് വേണം. ഞാൻ പോയി മേക്കപ്പ് ഇടണ്ടേ? താൻ മേക്കപ്പ് ഇടാൻ വരട്ടെ. ഇവിടെ എന്റെ ഈ പടത്തിൽ തനിക്ക് പറ്റിയ വേഷങ്ങളൊന്നും ഇല്ല. ആകെപ്പാടെ ഒരു നായകന്റെ വേഷം മാത്രമേ ഉള്ളൂ. മതി സാർ, ജീവിക്കാൻ വേണ്ടി ഏത് വൃത്തികെട്ട വേഷം കെട്ടാനും ഞാൻ തയ്യാറാണ്. നായകൻ. തനിക്ക് സിനിമയായിട്ട് വല്ല ബന്ധമുണ്ടോ? ബന്ധമുണ്ടോന്ന്? ഞാനും മമ്മൂട്ടി ജമ്പിലാണ് ജനിച്ചത്. അവിടെ ആശുപത്രിയും കട്ടിലൊന്നും ഇല്ലായിരുന്നു. എന്റെ സാറേ അതല്ലെന്ന്. വൈക്കം ചെമ്പെന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞാനും മമ്മൂട്ടിയും ജനിച്ചത്. അതല്ല ഞാൻ ചോദിച്ചത്, തനിക്ക് അഭിനയിച്ച് വല്ല പരിചയം ഉണ്ടോന്ന്? എന്റെ പൊന്ന് സാറേ, ജീവിതം തന്നെ ഒരു അഭിനയമല്ലേ? ഇവിടെ ജീവിതത്തിലെ കാര്യമൊന്നുമല്ല, അഭിനയത്തിലെ കാര്യമല്ലേ ചോദിച്ചത്. താൻ സിനിമയിലോ സീരിയലോ അല്ല അഭിനയിച്ച് പരിചയം ഉണ്ടോന്ന്? ഞാൻ നാടകത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. മതി, അത് ധാരാളമാണ്. ഏത് തരം നാടകത്തിലാണ് അഭിനയിച്ചിട്ടുള്ളത്? അങ്ങനെ എനിക്ക് പ്രത്യേകതയൊന്നുമില്ല. ഏത് വൃത്തികെട്ട നാടകം കിട്ടിയാലും ഞാൻ. അതല്ല, താൻ ചരിത്ര നാടകങ്ങളിലും അഭിനയിച്ചു? ചരിത്ര നാടകത്തിൽ എങ്ങനെ അഭിനയിച്ചിട്ടില്ല. പക്ഷെ ഞാൻ അഭിനയിച്ചു കഴിയുമ്പോൾ ആ നാടകം ഒരു ചരിത്രമായി മാറും. അങ്ങനെയാണല്ലേ? അതെ, തനിക്ക് നാടക അഭിനയത്തിൽ നിന്നും തനിക്ക് മറക്കാൻ പറ്റാത്ത എന്തെങ്കിലും അനുഭവം ഉണ്ടായിരുന്നു? നമുക്ക് സ്ക്രിപ്റ്റ് ചേർക്കാൻ മറക്കാൻ പറ്റാത്ത സംഭവം ഞാൻ ഓർക്കാൻ ശ്രമിക്കാത്ത ഒരുപാട് സംഭവങ്ങളുണ്ട്. 1987 ആ വർഷത്തെ സംസ്ഥാന അവാർഡ് കിട്ടിയത് എനിക്കല്ല, അനിക്കോ കായംകുളം അനിക്ക്. ഭയങ്കര നടനല്ലേ, മുഖത്ത് വരുന്നതൊക്കെ കാണാൻ എന്നാക്കെയാണ് ഭയങ്കര സംഭവങ്ങളാണ്. എന്റെ സാറേ, ആ വർഷം തന്നെ ഞാനൊരു കാര്യം പറയാൻ വന്നത്. ഈ 1987 ഞാനും കോയംകുളം അനിയൊക്കെ നാടകം കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്റെ സാറെ തിരുവനന്തപുരം ടാഗോർ തിയേറ്റർ നാടകം 7 മണിക്ക് ടിക്കറ്റ് പ്രോഗ്രാം. മെയിൻ നടൻ നായകൻ ഈ അനി വന്നില്ല. ഞാനെന്ന് ചെറിയ ചെറിയ വേഷങ്ങളൊക്കെ ചെയ്ത് സൈഡിൽ നിൽക്കുന്ന ഒരു സംഭവം. നമ്മളെ ആർക്കും അങ്ങനെ വിശ്വാസം ഇല്ലല്ലോ. ഞങ്ങള് ഭയങ്കര കൂച്ച, നാടകം പറഞ്ഞ് ഭയങ്കര കൂച്ച. പ്രൊഡ്യൂസറൊക്കെ എന്നാ ചെയ്യണമെന്ന് പറഞ്ഞ് വിഷമിച്ച് നിൽക്കുന്ന സമയത്ത് 10 മിനിറ്റ് കൊണ്ട് താൻ നായകനായിട്ട് കട്ടപ്പൊക്കി നാടകം തുടങ്ങിയോ? കട്ടം പൊക്കിന്നല്ലെന്ന്, ഈ സാധനങ്ങളെല്ലാം വാരി വരച്ച് ഞാൻ വണ്ടിക്കകത്ത് 100 അച്ഛ വീടില്ല കൊല്ലത്ത് എന്നിട്ടാ വണ്ടി നിർത്തുന്നത്. നമ്മൾ അഭിനയിച്ചാൽ ശരിയാകുമോ സാറേ? ഇവിടെ സാധാരണ ഈ നാടകക്കാർ പറയുന്നത് എനിക്ക് അഭിനയിച്ചു കൊണ്ടിരിക്കുമ്പോൾ മരിക്കണം എന്നാണ് ആഗ്രഹം എന്നൊക്കെയല്ലേ പറയാറ്. പിന്നെ താനെന്തിനാ മരിക്കാൻ വേണ്ടി സിനിമയിലോട്ട് പോകുന്നത്? എന്റെ സാറേ, എനിക്ക് അങ്ങനെ ജാടയൊന്നുമില്ല. എനിക്ക് ആരെയും കൈകൊണ്ട് മരിച്ചാൽ മതി. പിന്നെ എന്റെ പൊന്ന് സാറേ, എന്റെ എല്ലാ നാടകത്തിനും സ്പോട്ട് വെച്ച് തന്നെ എനിക്ക് ഇടി കിട്ടിയിട്ടുണ്ട്. സാറിന് ഒരുപാട് ശത്രുക്കളുണ്ട് ഈ നാടകത്തിൽ. പിന്നെ ഒരുപാട് ശത്രുക്കളുണ്ട്. നാടകമായതുകൊണ്ട് സ്പോട്ട് വെച്ച് ഇടി കിട്ടും. പിടിച്ചെടുക്കാൻ സാധിക്കും. പക്ഷെ സിനിമ അതല്ലല്ലോ. ഏതൊക്കെയല്ലേ സ്ക്രീനിന് പുറത്തിറക്കി ഇടിക്കാൻ പോകുന്നില്ലല്ലോ. അതൊക്കെയല്ലേ എന്റെ ഏകദേശം ധൈര്യം എന്ന് പറഞ്ഞ അതാണല്ലോ. പിന്നെ നമ്മൾ പുറത്തിറങ്ങാൻ സൂക്ഷിച്ചാ പോരെ. തനിക്ക് അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരുപാട് കല്യാണം കിട്ടിയിട്ടുണ്ടോ? എന്റെ എല്ലാ കഥാപാത്രത്തിനും എനിക്ക് ഏറ് കിട്ടിയിട്ടുണ്ട്. പക്ഷെ എന്റെ ഒരു നല്ലൊരു വേഷത്തിന് ഇന്നവരെ ഏറ് കിട്ടിയിട്ടുണ്ട്. അതേത് വേഷം? അത് മദ്യപാന റോള് മിക്കവരും അഭിനയിക്കുന്നത് വളരെ നന്നായിട്ട് തന്നെ അടിച്ച് കലക്കിയിട്ടല്ല. ഈ മദ്യപാന റോൾ ഇങ്ങനെ ആടി അഭിനയിക്കുമ്പോൾ ഓഡിയൻസിന് എറിയാൻ ബാലൻസ് കിട്ടത്തില്ല. മിക്കപ്പോഴും എറിയും. ഇപ്പുറത്തിരിക്കുന്ന ലൈറ്റ് ഓപ്പറേറ്ററുടെ കണ്ണിനൊക്കെയാണ് കൊള്ളുന്നത്. അപ്പൊ സാറേ റോള് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ എടുക്കാൻ ഉദ്ദേശിക്കുന്ന പറഞ്ഞാൽ ഒരു 2 നില കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് എടുത്ത് ചാടുന്ന ഒരു യുവാവിന്റെ ഒരു സീൻ എടുക്കാൻ തനിക്ക് പറ്റുമോ? അത് തന്നെയാ ഞാനും ചോദിക്കുന്നത്. എന്ത് എനിക്ക് വല്ലതും പറ്റുമോ? എന്റെ സാറേ, നമുക്ക് ഈ സീൻ സ്ലോ മോഷൻ ആക്കാമല്ലോ. സ്ലോ മോഷൻ എന്ന് പറഞ്ഞാൽ സ്ലോ മോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവിടുന്ന് പയ്യെ പറന്ന്
താൻ വിചാരിക്കുന്ന ഒരു ആപ്പൂപ്പ കളിയൊന്നും അല്ല അഭിനയം എന്ന് പറഞ്ഞാല് എനിക്കറിയാം. ഞാൻ വിചാരിക്കുന്ന ഒരു ആപ്പൂപ്പ സംഭവം ഡയറക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മേക്കപ്പെടാൻ പറഞ്ഞേ. ഞാൻ സന്ദർഭം പറഞ്ഞുകൊണ്ട് മതി. ഒരു കാര്യം ചെയ്യും, ഞാൻ തനിക്ക് സിനിമയ്ക്ക് പറ്റിയ ഒരു സിറ്റുവേഷൻ തരാം. എന്താ അഡ്വാൻസ് അല്ല, ഒരു സന്ദർഭം ഞാൻ പറഞ്ഞു തരാം. താനത് അഭിനയിച്ച് കാണിച്ചിട്ട് തന്റെ ഒരു അഡ്വാൻസ് അതന്നെ ആ സാധനം കണ്ടിട്ട് വേണം തന്നെ ഇതിനകത്ത് നായകനാക്കണോ വേണ്ടോ എന്ന് എനിക്ക് തീരുമാനിക്കാം. മനസ്സിലായില്ലേ? ഇപ്പൊ ഇതിനകത്ത് സന്ദർഭം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളത്തിലേക്ക് മുങ്ങിച്ചാകാൻ പോകുന്ന ഒരു സുന്ദരനായ ഒരു യുവാവാണ്. സുന്ദരനായ എന്നുള്ള ഞാൻ സ്ക്രിപ്റ്റ് വെട്ടിക്കോളാം താനായതുകൊണ്ട്. അപ്പൊ താൻ മുങ്ങിച്ചാകുന്നു. അപ്പോൾ മുങ്ങുന്നു, പോകുന്നു, ശ്വാസം മുങ്ങുന്നു. അപ്പൊ അവിടെ കിടന്നു അമ്മയെ രക്ഷിക്കണേ, അമ്മയെ രക്ഷിക്കണേ എന്ന് വിളിച്ചു പറയുന്നു. അമ്മയെ രക്ഷിക്കണേ എന്ന് വിളിച്ചു പറഞ്ഞു. അത്രേ ഉള്ളൂ. ഒരു മിനിറ്റ് തുടങ്ങുന്നതിന് എന്താ പറയുന്നത്? ഡയറക്ടർമാർ സാധനം പറയല്ലോ, ആക്ഷൻ പറയും. ഇതെന്ത് വിളിച്ചു പറയുന്നത്? അമ്മയെ രക്ഷിക്കണമെന്ന് വെള്ളത്തിന്റെ അടിയിൽ കിടന്ന് പറഞ്ഞ എങ്ങനെയല്ലേ കേൾക്കുള്ളൂ? ഞാൻ വേറെ കാര്യം പറയട്ടെ. തന്നെ ഡയലോഗ് പോർഷൻ ഓക്കെയാണ്, പക്ഷെ തന്നെ മുഖത്ത് ഒരു സാധനം ഉണ്ടല്ലോ, മുഖത്ത് വരാനുള്ള ഒരു സാധനം ഉണ്ടല്ലോ, അത് വന്നിട്ടില്ല. ശ്വാസം മുട്ടുന്നൊരു സംഭവം കാണിച്ച മുഖത്ത് ശ്വാസം മുട്ടുമ്പോ ഒരു ബുദ്ധിമുട്ടുണ്ട് നമ്മുടെ മുഖത്ത്. സാധാരണ നമ്മൾ കൊങ്ങായിക്കൊക്കെ കുത്തി പിടിക്കുമ്പോ ഒരു അവസ്ഥ ഉണ്ടല്ലോ, ശ്വാസം കിട്ടാതെ ഇങ്ങനെ പിടിക്കുമ്പോ ഒരു സാധനം. ഇതെന്ത്? ഇതൊക്കെ ഡെയിലി ആൾക്കാർ പിടിക്കുന്നല്ലോ, ഒന്നും തോന്നുന്നില്ല. അതല്ല, നമ്മുടെ കൊങ്ങയ്ക്ക് കുത്തി പിടിക്കുമ്പോൾ ഒരു നമ്മുടെ ഒരു അതുണ്ടല്ലോ പ്രശ്നം, അത് ആ ഒരു സാധനം നമ്മുടെ മുഖത്ത് വരണം. കഴുത്തിൽ കുത്തി പിടിച്ച് ഞാൻ കാണിച്ചാൽ ഞാൻ കുത്തിപ്പിടിച്ചു, ധൈര്യമായിട്ട് കുത്തിപ്പിടിച്ചോ. ഇവിടെ ഞാൻ ഡയറക്ഷനിൽ മാത്രമല്ല, ഞാൻ അഭിനയിക്കാൻ ഞാൻ ഉണ്ടല്ലോ അക്കാഡമി സ്റ്റുഡന്റ്. വേറെ കാര്യം കുത്തിപ്പിടിച്ച് ഞാൻ കാണിച്ചാലോ എന്നെ അഭിനയ സാറെ കലക്കി തകർത്ത് കളഞ്ഞു സാറ്. ഓ സാറ് ഡയറക്ടറെക്കാരും ചെയ്യുന്ന അഭിനയ സാറ് കലക്കി സാറേ. സാറാണ് നടൻ. സാറേ സാറേ സാറ് ചത്തോ? ഈശ്വര, മലയാള സിനിമ രക്ഷപ്പെട്ടു. ഗൾഫ് ഗേറ്റ് കോമഡി തമ്പോല. അവിടെ നിൽക്ക ചുമ്പ ഒന്ന് പെട്ടെന്ന് നടക്ക. എത്രയും പെട്ടെന്ന് നോമിന് കല്യാട്ട് മനയിൽ എത്തണം. അറിയാലോ നിനക്ക് വേളി. പിന്നെ തിരുവേനെ ഇന്നലെ സിനിമാറ്റിക് ഡാൻസ് ഉണ്ടല്ലോ. ഏട്ടാ ചുമ്പ മരങ്ങോടാ, സിനിമാറ്റിക് ഡാൻസ് എന്ന് നമ്മൾ പറയരുത്. നമ്മളതിനെ കഥകളി ഞങ്ങളുടെ വിശേഷിപ്പിക്കാം. മന്മദറാസ എന്ന് പറഞ്ഞ കഥകളി ഉണ്ടോ? ശ്ലോകം അസലായത് മാത്രമല്ല നോം വളരെ അങ്ങോട്ട് ആസ്വദിച്ചു. എന്താ ആ പെങ്കൊച്ചിന്റെ ഒരു പ്രകടനം കാണല്ലേ ആയിരുന്നു. എങ്ങോട്ടാണ്? അല്ലിതാര് വാസുദേവനോ? അതേ വാസുദേവ നോ നമ്മുടെ വേളിയുടെ ആവശ്യത്തിന് വേണ്ടിട്ട് കല്യാട്ടുമാൻ അറിയില്ലേ? അങ്ങോട്ടേക്ക് പോവാ. ആരാണ് കൂടെ? അറിയില്ലേ? നമ്മുടെ ബാല്യക്കാരൻ രാമൻ. രാമനല്ല, പി രാമൻ. അതെ വാസുദേവ, ഇവൻ ഉടുത്തിരിക്കുന്ന മുണ്ട് അവന്റെതല്ല. അപ്പോഴേ ഇങ്ങോട്ട് വരിക. എന്ത് വർത്താനാ പറയുന്നത്? എന്താ നിങ്ങൾ എന്റെ മുണ്ടല്ലാന്ന് പറഞ്ഞപ്പോ നിങ്ങളെ മുണ്ടാന്ന് ആൾക്കാർ വിചാരിക്കൂലേ? പക്ഷെ അതിന് നിന്റെ മുണ്ടല്ലല്ലോ ഇത്. അതിനെ നാട്ടുകാരോട് കംപ്ലീറ്റ് പറയണം. എന്താ ഇനി നോമിനി അങ്ങനെ പറയുന്നില്ല, മനസ്സിലായല്ലോ? നടക്കുക വേഗം. ഗോക്കളെ മേച്ചും കളിച്ചും ചിരിച്ചും കേളികളാടി വനമാലിയോ. എന്റെ രാമ, നോം ഇന്നലെ ആ പാട്ടങ്ങോട്ട് കേട്ട് ഒരു 1/2 മണിക്കൂർ അങ്ങ് സ്തംഭിച്ചങ്ങോട്ട് ഇരുന്നു പോയി. ഇതുവരെ ആ പാട്ട് കേട്ടിട്ടില്ലേ? ഇല്ല. അതെ, നിന്നോട് നോ ഒരു കാര്യം പറഞ്ഞത് കുറെ നേരമായി. നീ അത് കണ്ടോ? അതേതാ ഇല്ലം? അറിയില്ലേ? നമ്മുടെ തറവാടല്ലടോ അത്. എത്ര പരാക്രമങ്ങൾ കാണിച്ച വീണ അത്. പക്ഷെ എന്താ പറയാ രാമ, അന്യം നിന്നു. അന്യം നിൽക്കാനോ? അന്യം നല്ല ഹോട്ടലിലെ ഓടുന്നത് വിക്രമിന്റെ പടല്ലേ? പിന്നെ വെണ്ടക്കല്ല ആ ശ്ലോകം. അതെ, ബ്രഹ്മദത്തം നമ്പൂതിരി നോം വേളിക്ക് പോവാണേ, കല്യാണ മനയിലേക്ക്. അതിനായിരിക്കും മകനെ കൂട്ടി ഇറക്കിയത്. മകനോ? ഇവനോ? എടോ, ഇത് നമ്മുടെ ബാല്യക്കാരൻ രാമൻ. ബാല്യക്കാരനോ? ഇവനെ ഉടുത്തിരിക്കണമുണ്ട് എന്റേതല്ല. എന്താടോ നിങ്ങൾ ആ മുണ്ടിന്റെ കാര്യം അയാളോട് പറയേണ്ട വല്ല ആവശ്യമുണ്ടോ? അതിന് നോമ്പ് എന്താ അവനോട് പറഞ്ഞതാ? നിങ്ങളുടെ മുണ്ടല്ലാന്ന് പറഞ്ഞില്ലേ? ആണോ? ഇനി നോമ്പ് അങ്ങനെ പറയണില്ല. അതെ രാമ,
ആ ബദിര മനയിലെ ആ ഒരു പാൽപ്പായസത്തിന്റെ രുചി നിന്റെ മനസ്സിൽ പറഞ്ഞോ? എന്താ പാലും കൂട്ടിയ പഴവും കൂട്ടിയ നോമത് കാച്ചങ്ങട് കാച്ചി. ലജ്ജാപതിയെ നിന്റെ കള്ളക്കട കണ്ണിൽ തഴം പൂവോ താമരപ്പൂവോ. ലജ്ജാപതിയെ നിന്റെ കള്ളക്കട കണ്ണിൽ നോമറിയില്ല ഇതാരായി കാണണേ? കേട്ടോ നോം കല്യാട്ട മനയിലേക്ക് വേടിക്ക് വേണ്ടി പോവല്ലേ? ഏതാ ഈ ശബ്ദം? ശബ്ദം നിന്റെ അപ്പൻ, ഞാൻ പപ്പന്റെ മോൻ രാമൻ. അറിയില്ലേ നമ്മുടെ പുതിയ ബാല്യക്കാരൻ രാമൻ. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. ഇവൻ ഉടുത്തിരിക്കണ മുണ്ട് ഇവന്റേതുമല്ല എന്റേതുമല്ല. ഗൾഫ് ഗേറ്റ് കോമഡി തമ്പോല. എടാ ദാസപ്പ, എടാ 10 രൂപ കൈക്കൂലി കിട്ടിയിട്ട് നാളെ എത്രയാടാ? മനുഷ്യൻ മനസ്സറിഞ്ഞ് 2 പൊറോട്ട ഇറച്ചി കഴിക്കാൻ കൊതിയായിട്ട് വേണ്ട, കാശും കിട്ടുന്നില്ലല്ലേ? 500 രൂപ കൈക്കൂലി കൊണ്ട് ഒരുവനോട് വരാൻ പറഞ്ഞിരുന്നു ഞാൻ. വന്നണ്ട, അവൻ വരുമ്പോ തന്നെ കാശുണ്ടോന്ന് ചോദിച്ച് മനസ്സിലാക്കണം. ഓക്കെ സാർ, എങ്കിലും ഞാൻ ഒപ്പിട്ട് കൊടുക്കുള്ളൂ. എല്ലാം സെറ്റപ്പ് ആക്കി വെച്ചതാ. വരുമ്പോ തന്നെ ചോദിച്ചോടാ. സാറേ നമസ്കാരം. നമസ്കാരം. സാർ ഞാൻ ഡോക്യുമെന്റ്സ് ആയിട്ട് വരണമെന്ന് പറഞ്ഞു. ഡോക്യുമെന്റ്സ് ആയിട്ട് വരണം പറഞ്ഞു. പിന്നെ റെഡിയല്ലേ സാറേ? എല്ലാം കൊണ്ടുവന്നിട്ടുണ്ടല്ലേ? എല്ലാം കൊണ്ടുവന്നു. മറ്റു കൊണ്ടുവന്നിട്ടുണ്ടല്ലോ. കാര്യം തീർത്ത രസീത് കൊണ്ടുവന്നോ? കാര്യം തീർത്ത രസീത് നോക്കട്ടെ സാറേ. ഇതിന്റെ ഒറിജിനലാണ്. കാര്യം തീർത്ത രസീത് അല്ലേ? ഇതതിന്റെ ഫോട്ടോസ്റ്റാറ്റ്. ഈ ഒറിജിനൽ ലിങ്ക് തന്നെ. ഫോട്ടോസ്റ്റാറ്റ് മതി. ഇനി മറ്റേ ജാതി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് പറഞ്ഞിരുന്നല്ലോ. ജാതി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് അതാ സാർ. ഇതതിന്റെ ഒറിജിനൽ ഫോട്ടോസ്റ്റാറ്റ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ ഒറിജിനൽ ഞാൻ എടുത്തോട്ടെ. കൊണ്ടുവന്നിട്ടുണ്ടോ? പിന്നെ എനിക്കറിയത്തില്ലേ. ആധാരത്തിന്റെ കോപ്പി. ആധാരത്തിന്റെ ഒറിജിനലാണ്. ഒറിജിനൽ ഇതതിന്റെ ഫോട്ടോസ്റ്റാറ്റ്. അപ്പൊ ഈ ഒറിജിനൽ ഞാൻ എടുത്തോട്ടെ. എനിക്ക് ഫോട്ടോസ്റ്റാറ്റ് മതിയല്ല. അപ്പൊ എല്ലാ ഡോക്യുമെന്റ്സും ഓക്കെ, എല്ലാം ക്ലിയർ, ഒരു കുഴപ്പമില്ല, എല്ലാം സാറേ. സാറ് 500 രൂപ കൈക്കൂലിയുടെ കാര്യം പറഞ്ഞില്ല. ഞാൻ അങ്ങനെ ഒന്നും മേടിക്കാത്ത ആളാണ്. എനിക്കൊരു ഉപകാരം ചെയ്ത സ്ഥിതിക്ക് ഞാൻ സാർ അതൊന്നും വിചാരിക്കണ്ടല്ലോ. വേണോ? എന്നാ സാർ ഇത് അതിന്റെ ഒറിജിനലാണ്. ഒറിജിനൽ 500 അല്ലേ? ഇത് അതിന്റെ ഫോട്ടോസ്റ്റാറ്റ്. അപ്പൊ ഈ ഒറിജിനൽ ഞാൻ എടുത്തോട്ടെ. അപ്പൊ ശരി, ഞാൻ അങ്ങോട്ട് വെച്ചോട്ടെ. ഓക്കെ സാർ, വളരെ ഉപകാരം. ഫോട്ടോസ്റ്റാറ്റ് പോരെന്നാ അവൻ നമ്മളെ പറ്റിച്ചിട്ട് കടന്നു വന്നല്ലടാ. ഇത് ഫോട്ടോസ്റ്റാറ്റ് ഒറിജിനൽ നിനക്ക് പുറകെ തരാം കേട്ടോ. ഗൾഫ് ഗേറ്റ് കോമഡി തമ്പോല. നീ എവിടെ പോയിരിക്കാണോ? എന്ത് തിരക്ക്? എവിടെ? 2 312 313 എവിടെ? ലൂസി എടുത്തിട്ട് പോയതാണ്. ലൂസി ഇതുവരെ കംപ്ലീറ്റ് ചെയ്തില്ലേ? എത്രയും പെട്ടെന്ന് വാങ്ങിച്ചു കൊണ്ടോ. നിന്നൊക്കെ കാര്യം ഏൽപ്പിച്ച് എങ്ങനെയാണ് ഒരു ധൈര്യത്തിലേക്ക് പോവാ? ഇന്ന് വരാൻ തന്നെ കാരണം 2 ഫയൽ നോക്കേണ്ട ആവശ്യം കൊണ്ടാ. ഇവരൊക്കെ ഒരു ഉത്തരവാദിത്തം എന്താ ചെയ്യാ? ഞാനൊരു പഞ്ചായത്ത് പാപം പഞ്ചായത്ത് 130 കിട്ടി. തൽക്കാലം ഇത് മതിയടോ. എടാ പ്യൂണെ, നീ ഒന്ന് നോക്കിക്കേടോ. പാവനും മോളിയും മുൻ പേജിൽ തന്നെ കൊടുത്തിരിക്കുക. അവന്റെ പിടിന്ന് രക്ഷിക്കണേ നാവും. ഈ പിള്ളേര് ഭയങ്കര തമാശ. ജീവിതത്തിൽ ഇതുപോലെ 2-3 പിള്ളേരുണ്ടായി ഭയങ്കര ജോളിയായിരിക്കും ലൈഫ് മൊത്തം. ഞാൻ ആകെ ഈ പഞ്ചായത്തിൽ ഓഫീസിൽ വരുന്ന കാരണം എന്താ അറിയോ? ഈ ബോബനും മോളിയും വായിക്കുന്ന വേണ്ടി മാത്ര. ഇതെന്ന് ഇറങ്ങുന്ന അന്ന് എന്നും ഞാനിവിടെ എത്താറില്ലേ? നിനക്കറിയാലോ, ഇത് കിട്ടിയിട്ട് എനിക്ക് അന്നൊരു സുഖം ഉണ്ടായോ. നീ നോക്കി ഇതിന്റെ ബാക്കി പേജൊക്കെ ഭയങ്കര തമ്പം ഇവര്. സഹജ സ്വഭാവം. ആർക്കാ ഈ സഹജ സ്വഭാവം? എടാ പ്യൂണേ, നീ പോല. ഇതിന്റെ 3ാമത്തെ പേജിലൊരു തമാശ കണ്ടിട്ട്
ഫൽഗുനെ ഫൽഗുനോ താനെന്താടെ ഇങ്ങനെ കുനിഞ്ഞു വരുന്നേ? ഞാൻ ദാരിദ്ര്യത്തേക്ക് താഴെയുള്ള ആളല്ലേ. അതിനെന്താ ഇങ്ങനെ കുനിയുന്നേ? മേലെ മുട്ടണ്ടാന്ന് വെച്ചിട്ടാണ്. എന്താ പരിപാടി? എന്താ പരിപാടി? കക്കൂസുണ്ട് സാറെ കൂടെ. ഇതെന്താണ് കംഫോർട്ട് സ്റ്റേഷനോ? അല്ലെങ്കിൽ പോടോ, കക്കൂസിന്റെ ലോൺ കൊടുക്കുന്നുണ്ടാ? ലോണോ? പഞ്ചായത്തിലോ? അല്ലടാ, പഞ്ചായത്തിൽ അങ്ങനെ നമ്മളൊരു ലോൺ കൊടുക്കും. അങ്ങനെ ഒരു ലോൺ ഉണ്ട് സാർ. 5ാം പഞ്ചവത്സര പദ്ധതി പ്രകാരം അങ്ങനെ ഒരു ലോൺ ഉണ്ട്. ഉണ്ടാ? ഇതൊന്നും ഞാൻ അറിയുന്നില്ലല്ലോ. സാർ ഇങ്ങോട്ട് വരില്ലല്ലോ. അട്ടാ, നിന്റെ അപേക്ഷ ഒന്ന് കണ്ടോ? എന്താ പേരെന്ന് പറഞ്ഞ? ഫൽഗുനെ. ഫൽഗുന് എത്ര വയസ്സായി? വയസ്സ് 40 വർഷക്കാലം. പിന്നെ എങ്ങനെയാണ് ഈ മലമൂത്ര വിസർജനൊക്കെ നടക്കുന്നത്? പഞ്ചായത്ത് വകയുള്ള കനാലില്ലേ, കനാലിന്റെ സൈഡില് വീണ മറ്റേ അവിടെ ഇരിക്കുമ്പോ നല്ല സുഖമായിരിക്കും, കാറ്റും വെയിലൊക്കെ കൊള്ളാലോ. അങ്ങനെയാണെങ്കിൽ ഈ 45 വർഷക്കാലം പഞ്ചായത്ത് വക കനാലിൽ മലമൂത്ര വിസർജനം നടത്തി പഞ്ചായത്തിന് അടക്കേണ്ട പിഴ, പരിചരണ മലിനത്തിന്റെ പേരിൽ പഞ്ചായത്തിന് അടക്കേണ്ട തുക 3500. പോയിട്ട് അടച്ചിട്ട് പോയി കേട്ടാ. പോയിട്ട് അടച്ചിട്ട് ഇതിന്റെ 2ാമത്തെ പേജിൽ ലാസ്റ്റ് ഞാൻ ഇന്നലെ നോട്ട് ചെയ്ത് വെച്ചായിരുന്നു. ഇങ്ങോട്ട് നോക്കറാ. എന്നാടോ ഗ്യാസ് ഉണ്ടാ? ആർക്ക്? എനിക്കോ? അല്ല, ഗ്യാസിന്റെ ലോൺ ഉണ്ടാ? ഗ്യാസിന് ലോണോ? പഞ്ചായത്തിലോ? എടാ പൂണെ, നമ്മൾ അങ്ങനെ ഒരു ലോൺ കൊടുക്കുന്നുണ്ടോ? അങ്ങനെ ലോൺ കൊടുക്കുന്നുണ്ട് സാർ. ആ നിർധന കുടുംബത്തിന് ഗ്യാസ് കത്തിക്കാനുള്ള ലോൺ കൊടുക്കുന്നുണ്ട്. പക്ഷെ ഇതൊന്നും ഞാൻ അറിയുന്നില്ലല്ലോ. സാറ് വരില്ലല്ലോ. നോക്കട്ടെ, നിന്റെ അപേക്ഷ നോക്കട്ടെ. 40 വർഷമായി പക്ഷെ 40 വർഷം താനെങ്ങനെയാണോ വിറക് ജീവിച്ചത്? അത് പഞ്ചായത്ത് വകയുള്ള കാർഡല്ലേ? ഫോറസ്റ്റ് അവിടെ പോയിട്ട് അവിടുന്ന് കൊണ്ടുവരാ വിറകൊക്കെ. വിറക് ലീവുള്ള ദിവസം ഞാൻ കൊണ്ടുവരും. ഏതെല്ലാം ദിവസം എനിക്ക് ലീവ്? എനിക്ക് എല്ലാ ദിവസവും ലീവ് തന്നെയാണ്. ഒരു കാര്യം ചെയ്യും, അതൊരു 45 വർഷക്കാലം നല്ലോണം പാസ്സായിക്കോ. നല്ലോണം പാസ്സായി തരാം. 45 വർഷക്കാലം പഞ്ചായത്ത് വക ഫോറസ്റ്റിൽ കയറി വിറക് മോഷ്ടിച്ചതിന്റെ പേരിൽ പഞ്ചായത്ത് അടക്കേണ്ട പിഴ 4500. അടച്ചിട്ട് പോയി കേട്ടോ. അത് അടച്ചിട്ട് ഇതിന് 12ാമത്തെ പേജിൽ വേറൊരു കോമഡി ഉണ്ട്. നീ പോയില്ലടോ. കിണറ് കിണറ് കുഴിക്കാനുള്ള ലോൺ ഉണ്ടാ? ആടെ എവിടെയോ? പഞ്ചായത്തിലോ? അവിടെ കിണറ് കുഴിക്കാൻ നമ്മൾ അങ്ങനെ ലോൺ കൊടുക്കുന്നുണ്ടോ? അങ്ങനെ ലോൺ ഉണ്ട് സാർ. ഉണ്ടോ? ഉണ്ട്. പക്ഷെ ഇത് ഞാൻ അറിയുന്നില്ല. സാറ് വരില്ലല്ലോ. നോക്കട്ടെ ഇവനെ കൊണ്ട് എന്റെ ബോവന മോളി ഒരു വളർത്ത് എത്തിയിട്ടില്ല. 45 വർഷമായി കുടിവെള്ളം. 45 വർഷം പിന്നെ എങ്ങനെയാണോ താൻ കുടിവെള്ളം കുടിച്ച് ജീവിച്ചേ? അതാ അത് സാർ പഞ്ചായത്തൊക്കെ പിന്നൊക്കെ വിഭാഗക്കാർക്ക് കുഴിച്ചു കൊടുത്ത കടവില്ലേ, അവിടുന്ന് പമ്പ് വെച്ച് അടിച്ച് കയറ്റിയല്ലേ വീട്ടിലേക്ക്. അതിനെ കൊണ്ട് അങ്ങനെ അങ്ങനെയാണെങ്കിൽ താനൊരു കാര്യം ചെയ്യും, ഒരു 40 മോള് പാസ്സാക്കി. ഈ 40 വർഷക്കാലം പിന്നോക്ക വിഭാഗക്കാർക്ക് മാത്രം കൊടുക്കുന്ന വെള്ളത്തിൽ കൈയിട്ട് വാരി ദുർബല വിഭാഗത്തെ പീഡിപ്പിച്ചതിന്റെ പേരിലുള്ള പിഴ 45,000 ഉറുപ്പിക മൊത്തം അടച്ചിട്ട് ഒരു കാര്യം ചെയ്യും, നീ അങ്ങ് ഇങ്ങോട്ട് കൊണ്ടുതാ. മൊത്തം ഇതിന്റെ അസലും പകർപ്പൊക്കെ എടുത്തിട്ട് പോയിട്ട് പോയി. നമ്മളോടാ ഇവന്റെ കളി. നമ്മൾ ആരുടെയൊക്കെ അമ്മ സാറുള്ളപ്പോഴാണ് ഞാൻ ഈ ബോബനുമോളി വായിക്കാം. കണ്ടില്ല? പശുവേ കിളി പിടിച്ചു. നോക്കട്ടെ. പശുവെ കിളി പിടിച്ചൊന്നുമില്ല, പശുവെ കിളി പിടിച്ചു. നമസ്തേ. അവശ കലാകാരന്മാർക്ക് പെൻഷൻ കൊടുക്കുന്നുണ്ട് എന്നുള്ളൊരു സംഭവത്തിന്റെ അപേക്ഷയായിട്ട് അങ്ങനെ. അവശനോ? തന്നെ കണ്ടിട്ടൊരു അവശനാന്ന് തോന്നുന്നുണ്ട്. എന്താണോ നിന്റെ കല? തുള്ളലാണ് സാർ. തുള്ളലോ? തുള്ളലൊക്കെ കളിയാക്കിയിട്ടുണ്ടോ ഇപ്പൊ? ഉണ്ട് സാർ. ഓട്ടം തുള്ളൽ. ആട്ടെ, ഓട്ടം തുള്ളൽ എന്ന് പറയുമ്പോ ഓട്ടം തുള്ളല് എന്ന് പറയുമ്പോ ഓടിത്തുള്ളുന്നതാ? നല്ല കളിയാ. ഓട്ടം തുള്ളൽ പ്രശസ്തരായ ആരും കൊണ്ടോടോ? ഉണ്ട്. ആരുണ്ട്? പി ടി ഉഷ. ഓടുന്നാണല്ലേ? കുഞ്ചൻ നമ്പ്യാർ. കുഞ്ചൻ നമ്പ്യാർ. അയ്യോ ഞാനല്ല സാർ, ഞാനിത് പഠിച്ചിട്ട് അങ്ങനെ തുള്ളുന്ന. അങ്ങനെ എന്താ അപേക്ഷ? ആട്ടെ, ഈ അപേക്ഷയൊന്നും പോരാ. താൻ ഈ തുള്ളൽ കലാകാരനാണെന്ന് തെളിയിക്കാനുള്ള തെളിവെന്തും കൊണ്ടോ തന്റെ കയ്യിൽ? പറഞ്ഞാൽ ഇപ്പോ ഫോട്ടോ ഉണ്ട് സാർ. വേണ്ട, ഫോട്ടോ ഉണ്ട് പോലും. ഇങ്ങോട്ട് നോക്കണ ഫാൻസി ഡ്രസ്. ഫ്രാൻസിസ് അല്ല സാർ, KK കുട്ടൻ. അതല്ലടോ, നിന്റെ ഈ ഫോട്ടോ ഒന്നും പോരാ, കയ്യിൽ വെച്ചോ.
ഈ ഫോട്ടോ ഒന്നും പോരാ ഇപ്പോഴത്തെ തെളിവിന്. ഇപ്പോഴത്തെ തെളിവ് നല്ല കറക്റ്റ് തെളിവ് വേണം. ആട്ടെ CD ഉണ്ടാ? ഇല്ല, വീഡിയോ ഉണ്ട്, തരട്ടെ. ചേട്ടാ CD എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ TV ഇട്ട് കാണുന്ന സംഭവം അല്ല, അത് ഇത് തുള്ളിയാക്കെല്ലാം വയ്യ TV വരുത്താണ് സാർ. ചേട്ടാ അതല്ല, നമുക്ക് സിമെന്റഡ് ആയിട്ടുള്ള പ്രൂഫ് വേണം, തെളിവ് വേണം. എന്താ തനിക്ക് തെളിയിക്കാനുള്ള? താനൊരു തുള്ളൽ കലാകാരനാണ്, എങ്ങനെ നീ തെളിയിക്കും? ഒറിജിനലായിട്ടുള്ള തെളിവ് അത് വേണം, അങ്ങനെ അത് വേണം. ഒറിജിനലായിട്ട് ഞാനിവിടെ തുള്ളത്തരാകാൻ തെളിയിക്കാം. അത് വേണം. അത് പറഞ്ഞാ പോരെ. എന്നാൽ ഇനിയൊരു കഥയുര ചെയ്യാം എന്നുടെ ഗുരുവരൻ അരുളിയ പോലെ. നോക്കടാ നമ്മുടെ മാർഗേ കിടക്കുന്ന മർക്കടാ നീ അങ്ങ് മാറിക്കിടാശടാ. മർക്കടാ നീ അങ്ങ് മാറിക്കിടാശടാ. നിനക്ക് ഞാൻ ലോണ് പാസ്സാക്കി തരാടാ. സാർ, ഒരുപാട് പുരസ്കാരങ്ങളൊക്കെ കിട്ടി. എന്ത് പുരസ്കാരാണ് കിട്ടി? പട്ടും വളയും. ആ, പട്ട് മാത്രല്ല, അങ്ങനെ പല സാധനവും വളയൂ. അത് കണ്ടിട്ട് നീ എന്നെ വളക്കാൻ നോക്കല്ലേ. സാർ, വിഷം മേടിക്കാൻ കൂടി പൈസ ഇല്ല, അതുകൊണ്ടാ. ഒരു കാര്യം ചെയ്യ്, ആ പട്ടും വളയൊക്കെ കിട്ടിയിട്ടുണ്ടല്ലോ, ആ വള വിറ്റ് വിഷം മേടിച്ച് കഴിച്ച് മരിക്ക്. എന്നിട്ട് ആ പട്ടെടുത്തിട്ട് നിന്റെ ശവത്തിന് പിരിക്ക് പോടാ. അങ്ങനെ വേണം. അല്ല പിന്നെ ദുർഘട സ്ഥാനത്ത് വന്നു കിടക്കാൻ നിനക്ക് എന്താ യോഗ്യത? മറക്കടാ, പോടാ. ഹലോ ഞാൻ PP പുഷ്പകുമാറാണേ, മനസ്സിലായില്ലേ? ഈ പ്രാവശ്യത്തെ ഫ്ലവർ ഷോയ്ക്ക് 1ാം സമ്മാനം കിട്ടിയില്ലേ? അതെനിക്ക് തന്നെയാ, PP പുഷ്പകുമാർ. പിന്നെ സാറേ, എന്റെ വീട്ടിലെ പൂന്തോട്ടം കണ്ടിട്ടില്ലല്ലോ. എന്റെ പൊന്ന് സാറേ, അതൊന്ന് കാണണം കേട്ടോ. 99 തരം റോസാപ്പൂക്കളാണ് എന്റെ വീട്ടിലുള്ളത്. ഇങ്ങനെ എല്ലാം കൂടെ അങ്ങോട്ട് നിരത്തി അങ്ങോട്ട് വെച്ചിട്ട് അതെല്ലാം പുഷ്പിച്ച് നിൽക്കുന്നതാണ്. എന്ത് രസമാണെന്നറിയോ സാർ? രസം സമയം പോലെ ഇറങ്ങണേ. ഹലോ, ഇത് റോങ് നമ്പർ ആണ്. ഒരു കാര്യം പറയാന്ന് വെച്ചാൽ ഇവരൊന്ന് കേൾക്കാനുള്ളൊരു സമയം കൂടി കാണിക്കത്തില്ല. എന്താ ചെയ്യുന്നു പറ. ഹലോ, സാറേ, പുഷ്പകുമാർ തന്നെയാണ്. പിന്നെ 99 തരം റോസാ പുഷ്പം എന്ന് പറഞ്ഞല്ലോ. മഞ്ഞ, ചുമല, നീല, കറുപ്പ്. അതിൻ്റെ കൂടെ മിനിഞ്ഞാൻ നടിയ മൈസൂരിൽ നിന്നൊരു പുതിയ റോസാ കൂടെ അയച്ചെന്ന്. അളിയന് ഇതുപോലെ ഒരു പൂ സ്നേഹിയാണ്. അപ്പൊ ഇതെല്ലാം കൂടി വീടിന് ചുറ്റിരിക്കുന്നുണ്ട്. 1.5 ഏക്കറാ പൂന്തോട്ടം, 1.5 ഏക്കർ. അപ്പൊ സാറിന് ഏതെങ്കിലും പൂ വേണമെന്നുണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാൽ ഞാൻ അയച്ചു തരാം. ചുമല എന്തോ? ഹലോ, ഇത് റോങ് നമ്പർ ആണ്. ഫയർ സർവീസ് ആണോ? ഇവർക്കൊന്നും ഒരു ഉത്തരവാദിത്വം ഇല്ല. ഫയർ സർവീസ് ആണെന്ന് എന്താ ചെയ്യാന്ന് പറ. ഹലോ സാറേ, പുഷ്പകുമാറാണേ. അപ്പൊ സാർ, ഈ നമ്മുടെ 99 റോസാപ്പൂ എന്ന് പറഞ്ഞില്ലേ, അത് ചുമലയും മഞ്ഞയും കൂടി മിക്സ് ചെയ്തൊരു സാധനം ഞാൻ നമ്മുടെ പൂന്തരത്തിന്റെ സൈഡിൽ വെച്ചിട്ടുണ്ട്. എന്തൊരു രസമാണെന്നറിയോ? എന്റെ പൊന്നു സാറേ, വെക്കല്ലേ. ഞാൻ സാറിനെ തന്നെയാണ് വിളിച്ചത്. അതെ, എന്റെ വീടിന്റെ തൊട്ടപ്പുറത്തൊരു വീട് ഒരു 2-3 മണിക്കൂറായിട്ട് നിന്ന് കത്തിക്കൊണ്ടിരിക്കുക. ഇവിടെ നോക്കുമ്പോൾ നല്ല രസമുണ്ട് കാണാൻ. ഞാൻ വിളിച്ചതേ സാർ, ആ വീട് തീ അണയ്ക്കാൻ വേണ്ടി വരുമ്പോ എന്റെ പൂന്തോട്ടം ഒന്ന് ചവിട്ടി കുളവാക്കരുത്, അത് പറയാൻ വേണ്ടി വിളിച്ചേ. വെച്ചേക്കട്ടെ സാറേ. ഹലോ, ടൗണിലെ എലൈറ്റ് ബാറിന്റെ ഓണർ ഭാർഗവട്ടനല്ലേ? അതെ, ഭാർഗവനാണല്ലോ. ആരാ സംസാരിക്കുന്നത്? ഭാർഗവട്ട, അതെ, ഞാനേ ബൈജു ആണേ. ഇന്ന് എത്ര മണിക്കാ ബാർ തുറക്കുന്നത്? ബൈജു, സാധാരണ നമ്മൾ 9 മണിക്കല്ലേ ബാർ തുറക്കാറ്. 9 മണിയാവോ? ഭാർഗവട്ട, ഇന്നൊന്ന് നേരത്തെ ബാർ തുറക്കാമോ? അയ്യോ, ഇന്ന് 1-ാം തീയതി അല്ലേ ബൈജു? ഇന്ന് ബാർ ഇല്ലല്ലോ അതിന്. എന്റെ ഭാർഗവേട്ടത്തെ ചങ്കിക്കൊള്ളൊന്നും വർത്താനൊന്നും പറയല്ലേ. സർക്കാർ കാര്യമല്ലേ ബൈജു, നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അത് വെച്ചേര് കേട്ടോ, എനിക്ക് അത്യാവശ്യം ഒരു സ്ഥലം വരെ പോകാനുണ്ടേ. നീ പിന്നെ വിളിക്കേ. ശരി. അത് പിന്നെ ഭാർഗവേട്ട കട്ട് ചെയ്തു. ഹലോ ഭാർഗവേട്ട, ഞാനാണേ ബൈജു. ഇവനെക്കൊണ്ട് വലിയ ശല്യമല്ല. എന്റെ പൊന്നു ബൈജു, ഇന്ന് 1-ാം തീയതി ആണെന്ന് ബാർ തുറക്കാൻ പറ്റില്ല. അയ്യോ, അങ്ങനെ പറയരുത് ഭാർഗവേട്ട. ഇന്ന് എന്റെ ഇളയ പെങ്ങളുടെ കല്യാണം, അതുകൊണ്ടാ. ഇത് ഭയങ്കര കഷ്ടമായി പോലെ. എന്റെ പൊന്നു ബൈജു, നിന്റെ പെങ്ങടെ കല്യാണം ഇന്നെങ്കിലും നിനക്കൊന്നും മദ്യപിക്കാതിരുന്നൂടെ? അത് പിന്നെ ഭാർഗവേട്ട പ്ലീസ്, ഞാൻ പറയുന്നത്. എന്റെ പൊന്നു ബൈജു, ദൈവത്തെ ഓർത്ത് എന്നെ ഉപദ്രവിക്കരുത്. ഞാൻ കുറച്ച് ബിസിയാണ്. ഫോൺ വെച്ചേ. ഭാർഗവേട്ട, അവൻ തന്നെയാണെന്ന് തോന്നുന്നു. ഹലോ ഭാർഗവേട്ട. എന്താ ബൈജു പറ.
ചേട്ടാ ഇന്ന് എൻ്റെ ഏറ്റവും ഇള പെങ്ങളുടെ വിവാഹമാണ്, അതുകൊണ്ടാണ് ഒന്ന് ബാറ് തുറക്കാൻ പറ. എടാ ബൈജു, ഞാൻ പറഞ്ഞു കേട്ടോ, എന്തൊക്കെ പ്രശ്നം ഉണ്ടെങ്കിലും ഇന്ന് ബാറ് തുറക്കുന്ന വിഷയമില്ല. എൻ്റെ ഭാർഗവട്ട് അങ്ങനെ പറയരുത്, ഇന്ന് എൻ്റെ ഇളയ പെങ്ങളുടെ കല്യാണം, എനിക്ക് കല്യാണം കൂടണമെന്ന്. എടാ ബൈജു, നിനക്ക് നിന്റെ പെങ്ങളുടെ കല്യാണം കൂടെ ഞാൻ എന്തിനാ എന്റെ ബാർ തുറക്കുന്നത്? എൻ്റെ പൊന്നു ഭാർഗവട്ട്, ഞാൻ നിങ്ങളുടെ ബാറിനകത്ത് നിന്നാണ് വിളിക്കുന്നത്. ഇന്നലെ അടിച്ച് സെറ്റായി ഞാൻ ഇതിനകത്ത് കിടന്നുറങ്ങിപ്പോയെന്ന്. നിങ്ങൾ വന്ന് ബാർ തുറന്നാൽ മാത്രമേ എനിക്ക് പുറത്തു പോകാൻ പറ്റത്തുള്ളൂ. എനിക്ക് എൻ്റെ പെങ്ങളുടെ കല്യാണം കൂടണമെന്നേ. ഹലോ ഹലോ, പഞ്ചായത്ത് ഓഫീസല്ലേ? ആ പഞ്ചായത്ത് ഓഫീസ്. ആരാ? അതെ സാറേ, ഇവിടെ ടൗണിലെ നടു റോഡിൽ ഒരു പട്ടി ചത്ത് കിടക്കണ്. നടു റോഡില്? ഇവിടെ ചന്തമുക്കില് നടു റോഡിൽ ഒരു പട്ടി ചത്ത് കിടക്കണ സാർ. ചന്ത റോഡില് നടു റോഡില് പട്ടി ചത്ത് കിടക്കണോ? അതെ സാർ. നിങ്ങൾ ആരാ സംസാരിക്കുന്നേ? ഞാൻ ഈ ചന്തമുക്കുന്നാണേ, കുമാരൻ. കുമാരനല്ലേ? അതെ. ആ അപ്പൊ മിസ്റ്റർ പട്ടി അല്ല കുമാരോ, ഈ എന്താണ് മിസ്റ്റർ കുമാര ഇത്? ഇതൊക്കെ ഒരു സില്ലി പ്രോബ്ലം അല്ലേ, സില്ലി മാറ്റർ അല്ലേ? ഒരു പട്ടി ചത്ത് കിടക്കാന്ന് പറഞ്ഞ ഉടൻ തന്നെ പഞ്ചായത്ത് ഓഫീസിലേക്കൊക്കെ വിളിക്കാന്ന് പറഞ്ഞ വെറുതെ എന്റെ ഉറക്കം കളയേണ്ട വല്ല കാര്യമുണ്ടോ? അതൊക്കെ പോട്ടെ. മിസ്റ്റർ കുമാരൻ, നിങ്ങൾക്ക് ഇപ്പൊ എത്ര വയസ്സായി? എനിക്ക് 32 വയസ്സായി. 32 വയസ്സായി അല്ലേ? നിങ്ങൾക്ക് ഭാര്യ ഉണ്ടോ? നിങ്ങളുടെ നല്ല കാലമാണല്ലോ. അല്ല, ഇവിടെ ഉണ്ടായിട്ട് അത് ഉള്ളതായിട്ട് പോലും തോന്നണില്ല. അല്ല മിസ്റ്റർ കുമാരൻ, നിങ്ങളൊരു പണി ചെയ്യൂ. നിങ്ങൾ ചെറുപ്പക്കാരെല്ലാവരും കൂടി കൂടിയിട്ടേ ചെറുപ്പക്കാരെല്ലാവരും കൂടി കൂടിയിട്ട് ഒരു പൗരസമിതി രൂപീകരിക്കണം. ഒരു പൗരസമിതി രൂപീകരിക്കണം. എന്നാലാണല്ലോ നമുക്ക് പട്ടിയുടെ പേരിൽ പിരിവൊക്കെ നടത്താൻ പറ്റുള്ളൂ. പട്ടി പോന്നത് പോരട്ടെ. അപ്പൊ ഇതുപോലെ പൗരസമിതി രൂപീകരിച്ചിട്ട് നിങ്ങൾക്ക് ഈ ചെറുപ്പക്കാർക്ക് എല്ലാവർക്കും കൂടി ഈ പട്ടിയുടെ എവിടെയെങ്കിലും കുഴിച്ചിട്ടാ പോരെ? അതൊക്കെ ഞങ്ങൾക്ക് അറിയാം സാർ. എന്താ? അതൊക്കെ ഞങ്ങൾക്ക് അറിയാന്ന്. എടാ, ഇതൊക്കെ നിങ്ങൾക്ക് അറിയാം എന്ന് പറഞ്ഞിട്ടാണോ ഇങ്ങോട്ട് വിളിച്ച് മനുഷ്യനെ ബുദ്ധിമുട്ടിക്കുന്നത്? അത് പിന്നെ സാറേ, ഒരാള് മരിച്ചാലേ ബന്ധുക്കളെയൊക്കെ വിളിച്ചു പറയാന്ന് പറയുന്നത് ഒരു സാമാന്യ മര്യാദയല്ല സാർ. അത് ശരിയാ. ഗൾഫ് ഗേറ്റ് കോമഡി തമ്പോല. രണ്ടാം വരവിന്റെ പ്രൗഢിയുമായി സൂപ്പർ സ്റ്റാർ സുരേഷ് ഗോപി. എന്നെ അറിയുമല്ലേ? ആനക്കാട്ടിൽ ഈപ്പച്ചന്റെ മകൻ ചാക്കോച്ചി. വേണ്ട, നമ്മൾ തമ്മിലുള്ള കണക്കുകൾ വായിച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ. ഞാൻ കൂട്ടിക്കിഴിച്ചെടുക്കാൻ ഒരുപാട് ബാക്കിയുണ്ട്. അതുവരെ യവനെ വെച്ച് നിയമത്തിന്റെയും പോലീസിന്റെയും കണ്ണുമൂടി കെട്ടിക്കോ. നിങ്ങള് മൊഴി കൊടുക്കാനും തെളിവെടുക്കാനും കേസ് കൊടുപ്പിക്കാനും ഒരു കോടതിയിലും വരാൻ പോണില്ല ചാക്കോച്ചി. ഐ ആം ഗെയിം, അനദർ ഗെയിം. ആനക്കാട്ടിൽ ഈ പച്ചന്റെ ചോര കൊണ്ട് കളിച്ചത് ഈ കൂട്ടത്തിൽ ഏത് മോനായിരുന്നാലും അവനെയൊക്കെ കൂട്ടിക്കേടുന്നതും വിസ്തരിക്കുന്നതും വിധേയുന്നതും ഈ ചാക്കോച്ചി തനിച്ചായിരിക്കും. ഓർത്തോ, മടങ്ങി വരും ചാക്കോച്ചി. ഈ നടനെ സ്ക്രീനിൽ കാണുമ്പോൾ തന്നെ നമ്മൾ എല്ലാവരും ചിരിച്ചു തുടങ്ങും. ശ്രീ സലീം കുമാർ. സുന്ദരേശൻ, താമരാശമ്പള ബസ്, ഏർപ്പള്ളി ബൈപ്പാസ്, അഞ്ചുമൂന്ന് ടെമ്പിൾ, എറണാകുളം, കൊച്ചി. അഡ്രസ് ആയാൽ എങ്ങനെ വേണം? എന്താണ് കുട്ടിയുടെ പേര്? നല്ല പേര്. എന്റെ പേര് ഭാസ്കരൻ. കാണാൻ ഗ്ലാമറാണുള്ളൂ, പക്ഷെ ഒടുക്കത്തെ ബുദ്ധിയാണ്. മിമിക്രിയിലൂടെ സിനിമയിലെത്തി ഇന്ന് മലയാള സിനിമയുടെ സൂപ്പർ കൊമേഡിയനായ ശ്രീ ഹരിശ്രീ അശോകൻ. എന്താണെന്ന് അറിയാൻ പാടില്ല, കൃഷ്ണന്റെ വേഷത്തിൽ എപ്പ കണ്ടാലും വലുത പെട്ടിങ്ങനെ തോന്നി. അന്നൊക്കെ താടി ഉണ്ടായിരുന്നു, അതൊന്നും ബാർബർ ഷാപ്പില്ലല്ല. ദേവുട്ടി ഭയങ്കര ഭാഷക്കാരിയായിരുന്നു ചെറുപ്പത്തിൽ. ചക്കരമാവന് വേണമെന്ന് പറയുമ്പോ മാധവൻ ഇങ്ങനെ മാവന്റെ മുന്നിലേക്ക് വിരുന്ന് കയറും. പുളിറുമ്പോൾ അവനെ താഴോട്ട് വലിക്കുമ്പോഴും 2 ചക്കരമാമ്പഴം ഇങ്ങനെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ടുണ്ടാവും. കണ്ടില്ലേ, ഓരോരോ ഓർമ്മകളായി ഇവർക്ക്. എടാ കോപ്പിയെ ഒന്ന് നിക്കടാ. നിങ്ങളുടെ പ്രിയപ്പെട്ട നടൻ മുകേഷ്. മാലു, ഒന്നിങ്ങി വന്നേ. എനിക്ക് മാലുവിനോടൊരു കാര്യം പറയാനുണ്ടായിരുന്നു. ഇന്നലെ രാത്രി എനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. അറിയാം, മാലുവിനും ഉറങ്ങാൻ കഴിഞ്ഞ് കാണില്ലെന്നറിയാം. അതിൻ്റെ കാരണക്കാരൻ ഈ ഞാനാണെന്നും അറിയാം. എനിക്കും ഇഷ്ടമാണ്. ഐ ലവ് യു. തമിഴ് സിനിമയിലെ ജഗതി ശ്രീകുമാർ. വടിവേലു. கடலா கடலையா யாரும் தெரியுமா? கொலை வந்து இருக்கா கொலையா
பிரசாந்த் மாதிரி அரவிந்த் சாமி மாதிரியும் மூஞ்சி இருந்தா பெண்கள் காதல். இது எவன்டா சொன்னது? பெண்களிலே 3 விதம். வினாபி பாபி பா கிளம்பி தையா கிளம்பி தையா. മലയാള സിനിമയുടെ സുകൃതം സൂപ്പർ സ്റ്റാർ മോഹൻലാൽ. കേമം എന്ന് വെച്ചാ ബഹുകേമം. എങ്ങനെ വരാ? ഇയാളെ ഒന്ന് സൂക്ഷിച്ചോളൂ പൊതുവാളെ. ഗുരുവിനെ കടത്തി വെട്ടുന്ന വിത്ത എന്താ പറയാ, ഈ വിരല് മുറിച്ച് ദക്ഷിണയായി വാങ്ങണം എന്നൊക്കെ പറയാറില്ലേ, അതുപോലൊരു വരവാ. എന്തേ ആരുടെ മുഖത്തൊരു തെളിച്ചമില്ലായ്മ? മുണ്ടക്കിള അമ്പലത്തിൽ കൊട്ടാൻ വരുമ്പോ ഇങ്ങനെ ഒരു ചുറ്റിക്കളി പ്രതീക്ഷിച്ചില്ല അല്ലേ? മംഗലശ്ശേരി മാധവ മേനോന്റെ മകൻ. ആരും കാണണ്ട എന്ന് പറയുന്നതേ കാണൂ, അതാ ശീലം. വരട്ടെ തന്നെ. അനശ്വര നടൻ സുകുമാരന്റെ മകൻ, മലയാളത്തിലെ യുവനായകന്മാരിൽ ശ്രദ്ധേയൻ പൃഥ്വിരാജ്. കൊച്ചിയിലെ മുഴുവൻ ചരക്കുകളെയും കമ്പിലേക്ക് പതപ്പിക്കാമെന്ന നേർച്ച നടന്നിട്ടുണ്ടോടാ? ഇത് അമ്പിളിയുടെ കൊട്ടേഷനാണ്. ഇനി അവളുടെ കൂട്ടത്തിൽ ആരെങ്കിലുമോ പപ്പാനോ ചാമ്പാനോ ചെന്നെന്ന് അറിഞ്ഞ അങ്ങ് യൂപ്പിലോട്ട് കയറ്റിവിട് സാത്ത. ഞങ്ങൾ ഇങ്ങനെ ബായ് ഒട്ടിയാലൊട്ടും പൊളിച്ചടക്കും. ഒടേ തമ്പരാന് പോലം വന്നൊരു കാര്യം സാധിക്കണമെങ്കിൽ ഈ ഗാങ്ങുകളൊക്കെ ഒന്ന് കാണ്ടേതി കാണണം. കട്ടിങ്സ് വേണ്ട, ഇത് സാത്താണ് സാത്ത. നിരവധി ഹാസ്യ കഥാപാത്രങ്ങളിലൂടെയും ചേച്ചി വേഷങ്ങളിലൂടെയും മലയാളികൾക്ക് പ്രിയങ്കരിയായ ബിന്ദു പണിക്കർ. അതേടാ, ഇത് സുരേഷേ, ഇവിടുന്ന് പോണ വരേക്ക് ഇതിന്റെ അപ്പന്റെ സ്വത്ത് തന്നെയാ. വിട്ട് താനില്ലെങ്കിൽ ആരെങ്കിലും കൂടി കയറി വന്നാ അവരോട് എന്ത് സമാധാനം പറയണ്ടേ ഗോപിയെ? എന്ത് തെറ്റാണ് നിന്നോട് ഞാൻ ചെയ്ത്? എന്റെ അമ്മായിയെ കേൾക്കണ പുരാതി. ഷാജി കൈലാസ് ചിത്രങ്ങളിലൂടെയാണ് ഈ കോഴിക്കോടുകാരൻ ശ്രദ്ധേയനായത്. ശ്രീ അഗസ്റ്റിൻ. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. 25,000 രൂപയും 25 പവനും തന്നില്ല എങ്കിൽ നിങ്ങൾ പൊന്നാനിലേക്ക് ഒരു വിളി വിളിച്ചാൽ മതി. ബാപ്പു ഇങ്ങെത്തി. ബൈക്ക് നടി വാങ്ങി പൊരുക്കുന്ന ശീലം ബാപ്പുവിനില്ല. മനസ്സിലായോടാ? മലയാള സിനിമയിലെ ചെറിയ വലിയ താരം സൂപ്പർ സ്റ്റാർ ദിലീപ്. അമ്മേ, മാധവും കള്ളനാ. പക്ഷേ മാധവൻ കട്ടതൊന്നും ഈ ചേക്ക് വിട്ട് പുറത്ത് പോയിട്ടില്ല. പറമ്പിൽ തേങ്ങയുടെ കണക്കാട്ടാൻ പറഞ്ഞല്ലോ. ഈ വീട്ടിൽ 3 ആത്മാക്കൾ എങ്ങനെ ജീവിക്കണമെന്ന് ചിന്തിച്ചിട്ടുണ്ട് ഏട്ടൻ? ഒന്ന് അന്വേഷിച്ചുണ്ടോ? പഠിപ്പിൽ മോശമായിട്ടുള്ള മാധവൻ കക്കാറിങ്ങിയത് നിങ്ങൾക്ക് പഠിപ്പിക്കാൻ വേണ്ടിയാ. പിള്ളച്ചോ, രുക്മിണി എൻ്റെ പെണ്ണാ, അവളെ ഞാൻ കെട്ടും. പിള്ളച്ചിന് പറ്റണെന്താ വെച്ചാൽ പിള്ളച്ച അങ്ങോട്ട് ചെയ്യേ. ഇതൊന്നും ആരോടും പറയില്ല കേട്ടോ, 50 വയസ്സുകാരാ. താരങ്ങളുടെ താരം സൂപ്പർ സ്റ്റാർ രജനി. ഗൾഫ് ഗേറ്റ് കോമഡി തമ്പോല. ഗൾഫ് ഗേറ്റ് കോമഡി തമ്പോല ഇവിടെ പൂർണ്ണമാകുന്നു. ഈ ഹാസ്യ നൃത്ത സംഗീത സമന്വയം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. സോ ഗുഡ് ബൈ. കോമഡി തമ്പൂര ചിരിച്ച് തകർക്കാൻ കോമഡി തമ്പൂര. അയ്യോ അപ്പപ്പോ കോമഡി തമ്പൂര ചിരിച്ച് തകർക്കാൻ കോമഡി തമ്പൂര. പല കഥയൊന്നും കേൾക്കാം, പൊട്ടി പൊട്ടി ചിരിക്കാം, ടെൻഷൻസ് എല്ലാം ബൈ ബൈ ചൊല്ലും കോമഡി തമ്പൂര. ഇനി പോരണിയുന്നൊരു ട്രാജഡി മാറ്റാൻ കളിയും ചിരിയും ഒന്നാ ചേർന്ന കോമഡി തമ്പൂര. പോലീസിന്റെ വേലത്തരം, അപ്പോൾ ഡോക്ടർ സാറിൻ മണ്ടത്തരം.
പാതികനായി നടന്നവൻ ജനം കഥ കഴിച്ചവൻ ചാമ്പ്യനായി